Praise the Lord, 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 praise the Lord. Hallelujah. Hallelujah. സർവശക്തിമാനായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുതിയ തീജ്വാലയുണ്ടാകട്ടെ. തീപ്പൊരിയല്ല, തീജ്വാലയുണ്ടാകട്ടെ. അത് മറ്റനേകം പേർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കോണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലൂടെ ജീസസ് ഫാമിലിയുടെ ആരാധനയിലേക്ക് നമുക്ക് സ്വാഗതം. ഈ സന്ദേശം ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ അവരുടെ മക്കൾ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു. എന്താണ് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ, തലക്കെട്ട് എന്താണ്? പുത്തൻ അഭിഷേകം എനിക്കും നിനക്കും ആവശ്യം. പുത്തൻ അഭിഷേകം. ഒരു ഫലിതം ഓർമ്മ വരികയാണ്. ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത്, പൂനെയിലായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അവിടെ ഒരാൾക്ക് ഫോൺ വന്നു. യഥാർത്ഥ കഥയാണ്. ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഫോൺ ഓഫീസിൽ ഒരെണ്ണേ ഉള്ളൂ, എല്ലാവർക്കും ഫോണില്ല. അപ്പോൾ ഒരാളിനെ വിളിച്ചു വെച്ച് പറഞ്ഞു, മലയാളിയാണ്. പറഞ്ഞു, പിള്ളേ ഇനി വന്നാട്ടതാണ്ട് ഫോൺ. അപ്പോൾ ഫോൺ പിള്ളയ്ക്ക് വന്നു. പിള്ള ഫോൺ എടുത്തു കഴിയുമ്പോൾ വെച്ച് പറഞ്ഞു, പിള്ളയാണ് സംസാരിക്കുന്നത്. മറ്റിടത്തുനിന്ന് സംസാരം, എടാ ഞാൻ നിൻ്റെ കൂട്ടുകാരനാണ് വർക്കി, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 5000 രൂപ വേണം. അന്നത്തെ കാലത്ത് 500 പറഞ്ഞോളൂ കേട്ടോ, ഇപ്പോഴത്തെ കാലത്ത് 500 രൂപ വേണം. എന്തുവാ പറയുന്നത്, കേൾക്കാൻ വയ്യായല്ലോ. എനിക്ക് ഒരു 500 രൂപ വേണമെന്ന്, ഞാൻ വർക്ക് ചെയ്യാൻ സംസാരിക്കുന്നത്. എന്തുവാ പറയുന്നത്, കേൾക്കാൻ വയ്യ. എടാ ഒരു 500 രൂപ വേണമെന്ന് എനിക്കൊരു അത്യാവശ്യമായിട്ട് കേട്ടോ, അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തിരികെ തരാം. എടാ കേൾക്കാൻ വയ്യ കേട്ടോ. അങ്ങ് നിർത്തി വെച്ചു. അപ്പോൾ അടുത്തിരുന്ന വേറൊരാൾ പറഞ്ഞു, എടാ എനിക്ക് കേൾക്കാമല്ലോ, ആൾ 500 രൂപ ചോദിച്ചേ. അന്നേരം ഇയാൾ പറയുക, നീ കേട്ടെങ്കിൽ നീ കൊടുക്ക്. അല്ലേ, അപ്പം കേൾക്കാഞ്ഞിട്ടല്ല, അനുസരിക്കാൻ മനസ്സില്ലാഞ്ഞിട്ട്. ഇന്നത്തെ എൻ്റെ പ്രസംഗം തലമുറകൾക്ക് വേണ്ടിയുള്ളൊരു പ്രസംഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. അത് സംഭവിക്കുവാൻ നാം എന്തു ചെയ്യണം? ഞാനും നീയും എന്തു ചെയ്യണം? ഇന്നത്തെ ആവശ്യം, യുവാക്കൾ, യുവതികൾ, യുവാക്കന്മാർ എഴുന്നേൽക്കണം. യഥാർത്ഥ മാനസാന്തരപ്പെട്ട യുവാക്കന്മാരും യുവതികളും എഴുന്നേൽക്കണം. യഥാർത്ഥ മാനസാന്തരം ജീവിതത്തിൽ കാണപ്പെടുന്നവർ എഴുന്നേൽക്കണം. ആത്മാക്കൾക്കായി അടങ്ങാത്തൊരു ഭാരമുള്ള കുറേ പേർ എഴുന്നേൽക്കണം. ദൈവം പറയുന്നത് ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും അനുസരിക്കുവാൻ പൂർണ്ണ മനസ്സുള്ള കുറേ പേര് ഉണ്ടാകണം. ഞാൻ എൻ്റെ കഥ പറയുമ്പോൾ ഞാൻ എന്നെ പോഴ്ത്തൊന്നും വിചാരിക്കരുത്. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കുവാൻ കഴിയുമെങ്കിൽ അത് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ സമർപ്പണം 1971 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് ഞാൻ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്. എൻ്റെ ജീവിതം അപ്പാടെ തന്നെ മാറി. ഞാൻ അന്ന് തന്നെ എൻ്റെ അടുക്കലുള്ള കുഞ്ഞിരാമൻ, മണിമലക്കാരൻ കുഞ്ഞിരാമനോട് ഞാൻ സുവിശേഷം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സുവിശേഷം പറഞ്ഞു. അവർ രക്ഷിക്കപ്പെട്ടില്ലെന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ അവർ സ്നാനപ്പെട്ടു, ദൈവമക്കളായിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും ജീവിക്കുന്നു അറിയുന്നു. 1972 ജനുവരി മാസം 1-ാം തീയതി ഞാനും ലില്ലിയും കൂടെ ന്യൂ ഇയർ സർവീസിന് പോയി. രാത്രിയിൽ അവിടെ സർവീസില്ല, കാരണം എല്ലാവർക്കും വരാനൊക്കത്തില്ല. പലരും പലയിടത്താണ്, പട്ടാളക്കാരും ഒക്കെ അധികം പേരുമാണ്. അതുകൊണ്ട് രാവിലെയാണ്. അത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പം ഞാനും ലില്ലിയും കൂടെ അവിടെ ചെന്നു. ലില്ലി അന്ന് പൂർണ്ണ ഗർഭിണിയാണ്. ജനുവരി 1-ാം തീയതി. ലില്ലി പ്രസവിച്ചത് ജനുവരി 19-ാം തീയതിയാണ്. അപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. ഞങ്ങൾ രണ്ടും കൂടെ ബസ്സിൽ കയറി ഞങ്ങളവിടെ ചർച്ചിൽ ചെന്നു. പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, യോശുവയുടെ പുസ്തകം 1:16, ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ യോശുവയോട് പറഞ്ഞതാണ്. അവർ യോശുവയോട്, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും, നീ ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. പാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ ബന്ധുക്കോസുകാരനാണെന്നാണ്, അല്ലേ? CSIക്കാരൻ ഒരു ഉപദേശി പറഞ്ഞതാണ്. സഭ അയച്ചതല്ല, അദ്ദേഹത്തിൻ്റെ ആത്മഭാരം കൊണ്ട് പോയതാണ്. അദ്ദേഹം പറഞ്ഞു, ആര് ഈ വാക്യം ഏറ്റുപറയും? അല്പം വ്യത്യാസപ്പെടുത്തി ആര് പറയും? അദ്ദേഹം പറഞ്ഞു, ആര് പറയും, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചോദ്യം ചെയ്യാതെ ചെയ്യും, നീ ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ചോദ്യം ചെയ്യാതെ ഞങ്ങൾ പോകും. ആരൊക്കെ പറയും? എൻ്റെ വിചാരം ആദ്യം എഴുന്നേറ്റ് നിന്നത് ഞാനാണ്. ഇനി ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടോ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആദ്യം എഴുന്നേൽക്കുന്നത് നിങ്ങളായിരിക്കണം, അവസാനത്തെയല്ല. ആദ്യം എഴുന്നേൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ആത്മപ്രേരണയുണ്ടെന്ന അർത്ഥമാണ്. അവരെ പ്രത്യേകിച്ച് ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനമല്ല, 10 പേര് എഴുന്നേറ്റില്ല. എൻ്റെ ഭാര്യയും എഴുന്നേറ്റ് നിന്നു. വേറെ കുറേ പേര് എഴുന്നേറ്റ് നിന്നു. വേറെ ആരെങ്കിലുമൊക്കെ പോയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം വിളിക്കാഞ്ഞിട്ടാണോ? നിങ്ങളെ അയക്കുന്നിടത്ത് പോയാൽ മതി. അവിടെ ഞങ്ങൾ തീരുമാനിച്ചു പോവും. കുറേ മാസങ്ങൾ കഴിഞ്ഞു. ദൈവം എൻ്റെ ഹൃദയത്തിനകത്തൊരു പ്രേരണ തന്നു ജോലി രാജിവെച്ച് പോകാൻ. ഞാൻ കട്രായിലേക്ക് പോയി.
കട്രായി ചെന്ന് കഴിയുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞതുപോലെ പോയി, കട്രായിലേക്ക് പോയി. എനിക്കിഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എൻ്റെ പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി. ഞാൻ പോയതല്ല, എൻ്റെ പാസ്റ്റർ അയച്ചതുകൊണ്ട് പോയതാണ്. പേടിയായിരുന്നു. അവിടെ ചെന്നാൽ അവർ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? എനിക്ക് വേദോത്വം പോലും അറിഞ്ഞുകൂടാ. രക്ഷിക്കപ്പെട്ടിട്ട് 12 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ പോയി കട്രായി പോയി. കട്രായി ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് പറഞ്ഞാണ്ട് ഈ പർവ്വതത്തിലൊക്കെ ആളുകളുണ്ട്, അവിടേക്ക് പോയി സുവിശേഷം പറയണം. നടന്നു പോയി 10, 15, 20, 25 കിലോമീറ്ററൊക്കെ നടന്നു പോയി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സഭയായി, കട്രായിലൊരു സഭയായി, നല്ലൊരു സഭ, അസാധാരണമായൊരു സഭ. ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞു, ഈ സഭ വിട്ടും വെച്ച് നീ പത്താംകോട്ടേക്ക് മാറണം, കാരണം ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങണം. കാശ്മീരിൽ ബൈബിൾ സ്കൂൾ തുടങ്ങാൻ നല്ല സ്ഥലമല്ല, അതിന് ചില കാരണങ്ങളുണ്ട്. പഞ്ചാബാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ പത്താംകോട്ടേക്ക് പോയി. എൻ്റെ അവിടുത്തെ വില്ലേജ് ഓഫീസർ പറഞ്ഞു, വർഗീസ് ഇവിടുന്ന് പോകത്തില്ല, ഈ 4 ഏക്കർ ഭൂമിയും നല്ലൊരു സഭയും നല്ല വരുമാനമൊക്കെ. ഞാൻ പോയി, ദൈവം പറഞ്ഞു, കാരണം ഞാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞതാണ്. പത്താംകോട്ടി ചെന്നു, 4 ഏക്കർ ഭൂമിയായി, നല്ലൊരു ബൈബിൾ സ്കൂളായി, ദേശത്ത് മാന്യതയായി. ദൈവം എൻ്റെ പറഞ്ഞു ഡൽഹിക്ക് മാറണമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ മിഷൻ്റെ ഹെഡ് ക്വാർട്ടർ ഒരു നല്ല സ്ഥലത്ത് വരണം, ഒരു സെൻട്രലൈസ്ഡ് സ്ഥലത്ത് വരണം. കാരണം വേല പലയിടത്തും വലുതാവുകയാണ്. പത്താംകോട്ട് ഒരു മൂലയ്ക്കാണ്. ഞാൻ ഡൽഹിയിലേക്ക് മാറി. എനിക്ക് ഡൽഹി വരുന്നത് ഇഷ്ടമല്ല, കാരണം ഞാൻ ഗ്രാമക്കാരനാണ്, ഞാൻ പർവ്വതവാസിയാണ്, അവിടെയാണ് ജനിച്ചു വളർന്നത്. വലിയ പട്ടണം എനിക്കിഷ്ടമല്ല. എൻ്റെ ഭാര്യ ആദ്യമായിട്ട് ഞാൻ പട്ടാളത്തിലിരിക്കുമ്പോൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ലില്ലിയെ ബസ്സിനകത്ത് വെച്ച് ചില ചെറുപ്പക്കാർ എന്തൊക്കെ ചെയ്യാമോ, ബസ് വെച്ച് ചെയ്യാമോ അതെല്ലാം ചെയ്തു. ലില്ലി അന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എവിടെ പോയിരുന്നാലും ഡൽഹി തരുന്നു. ഞങ്ങൾ രണ്ടുപേരും വന്നു. എന്താ കാര്യം? ഞങ്ങൾ ദൈവത്തോട് വാക്ക് പറഞ്ഞു തന്നു. ഡൽഹിയിലായിരിക്കുന്ന സമയത്താണ് ഞാൻ ചുമതലയൊക്കെ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചോദ്യം വന്നു, ഇൻഡോറിലൊരാവശ്യമുണ്ട്, ആര് പോകും? ഞാൻ പറഞ്ഞു, ഞാൻ പോകാം. അവിടുത്തെ പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു ഞാൻ തിരിച്ചു വീണ്ടും ഡൽഹിയിലേക്ക് വന്നു. ഞാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞു, ഞാനത് പാലിച്ചു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങൾ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ദൈവത്തോട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലീഡറോട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ ലീഡർക്ക് പറഞ്ഞു, അച്ചായൻ വിഷമിക്കേണ്ട, ഞാൻ അച്ചായൻ്റെ കൂടെ കാണുമെന്നും ഒരു ദിവസം അഡ്രസ്സ് കൊടുത്തുകൊണ്ട് അങ്ങ് പോകും. അച്ചായൻ വിഷമിക്കേണ്ട, ഞാൻ എല്ലാ കാലത്തും അച്ചായൻ്റെ കൂടെ കാണും. അന്നേരമായിരിക്കും ഗൾഫിലേക്ക് ഒരു ചാൻസ് വരുന്നത്, അങ്ങ് പോകുന്നത്. ഇല്ല, വാക്ക് പറഞ്ഞാൽ പാലിക്കണം. പാലിക്കാനൊക്കത്തില്ലെങ്കിൽ ചെന്നിട്ട് പറയാം, എന്നോട് ക്ഷമിക്കണം, ഞാനിത് ക്യാൻസൽ ചെയ്യാൻ നിർബന്ധം. വാക്ക് പറഞ്ഞ് യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകണം. നമ്മൾ പോകുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ക്വാളിറ്റി എന്തായിരിക്കണം? അവിടെ സൽസ്വഭാവമായിരിക്കണം. ഹല്ലേലൂയ. അത്യാവശ്യമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, നല്ലതാണ്, പക്ഷേ അത്യാവശ്യമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണ്? വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം, അസാധാരണമായിട്ടുള്ള, അല്ലേ, ഹീലിംഗ് മിനിസ്ട്രി, അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നല്ലതാണ്, പക്ഷേ അത്യാവശ്യമല്ല. ഹല്ലേലൂയ. വലിയ ധനശേഷി, ധാരാളം പണം, നല്ലതാ, പക്ഷേ അത്യാവശ്യമല്ല. പിന്നിൽ ഒരു സഭയോ സംഘടനയോ ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ അത്യാവശ്യമല്ല. ഹല്ലേലൂയ. ഞാൻ കട്രായിൽ ചെന്നത് രക്ഷിക്കപ്പെട്ട എൻ്റെ 12 മാസം കഴിഞ്ഞ് പിന്നെ 1 മാസം കൂടെ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞൊക്കെ വരാനായിട്ട്. ഞാനവിടെ ചെല്ലുന്ന സമയത്തിൻ്റെ 42 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം എൻ്റെ സാക്ഷിയാണ് കേട്ടോ, കള്ളം പറയത്തില്ല വർഗീസ്, കൊച്ചു കള്ളം പോലും പറയത്തില്ല. സപ്പോർട്ടർമാരില്ല. ഒരു സപ്പോർട്ടർ ചെയ്യാൻ കഴിയുന്ന ഒരാളുടെ അഡ്രസ്സും ഇല്ല. എനിക്ക് കേരളത്തിലെ ആരെയും അറിയത്തില്ല. എൻ്റെ പാസ്റ്ററുടെയും എൻ്റെ കൂടെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ഒരു ചാക്കോച്ചൻ്റെ അഡ്രസ്സ് അല്ലാതെ വേറെ ആരുടെയും, എൻ്റെ പാസ്റ്റർ എന്നെ സഹായിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹവും പട്ടിണിയിലാണ് ജീവിക്കുന്നത്. ചാക്കോച്ചൻ തന്നാലും കൂടി പോയാൽ 35 രൂപ വരും, അത്രയേ ഉള്ളൂ. എനിക്കതറിയാം. ചാക്കോച്ചൻ തരുമെന്ന് എനിക്കറിയുന്നുകൂടാ. കാരണം ചാക്കോച്ചൻ പോകുന്ന സഭയിൽ ദശാംശം കൊടുക്കുന്ന വ്യക്തിയാണ്, എനിക്കറിയാം. ആരുടെയും വാഗ്ദത്തമില്ലാതെ ഞാൻ പോയി. പിന്നെ എങ്ങനെയാണ് ജീവിച്ചത്? അവിടെ ചെന്ന് കഴിഞ്ഞും വെച്ചാൽ ബസ്സിന് ചുറ്റും നടന്നിട്ട് 25 പൈസയ്ക്ക് 5 കിതാബ് 25 പൈസ എന്ന് പറഞ്ഞിട്ട് 5 പുസ്തകം 25 പൈസയ്ക്ക് വിറ്റ് കിട്ടി. അതുകൊണ്ടാണ് ചോദിച്ചത്. രാവിലെ 6 മണി മുതൽ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ബസ്സിന് ചുറ്റും നടന്നു വിറ്റു. അതുകൊണ്ടാണ് ജീവിച്ചത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞും വെച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞും വെച്ച് ചായ ഉണ്ടെങ്കിൽ ചായ കുടിക്കും, അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിക്കും. മുറ്റത്ത് തീ കത്തിക്കാനൊക്കെ ഒന്നുകൊണ്ട് മണ്ണെണ്ണ ഇല്ലെങ്കിലും ഉണ്ടാകാം. അത് കഴിയുമ്പോൾ 5 വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി പോയിട്ട് സുവിശേഷം പറഞ്ഞു. വീട്ടിൽ കയറാനൊക്കത്തില്ല, കാരണം ഞങ്ങളെ തോട്ടികളായിട്ട് അവിടെ കണക്കാക്കുന്നത്. കാശ്മീരിലെ ക്രിസ്ത്യാനികളൊക്കെ തോട്ടികളായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ മുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ ലില്ലിയും കൂടെ 5 വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞു. എന്താ ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം? ഗവൺമെൻറ്റിന് പോലും സംശയം തോന്നി, അവിടുത്തെ CID മാർക്ക് പോലും സംശയം തോന്നി, എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന്. ഹല്ലേലൂയ. എന്താ കാര്യം? ആത്മാക്കളെ പറ്റി ഒരു ഭാരം, പാഷൻ ഫോർ സോൾസ്. ഹല്ലേലൂയ. അപ്പോൾ സ്വഭാവവും ഭാരവും രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവവേല ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ ശ്രദ്ധിച്ചു, സ്വഭാവ ഗുണമാണ് വലുത്. ദൈവം വേദനിക്കാൻ ഇടയായി തീരാൻ പാടില്ല. ഒരു മഹാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ
നിൻ്റെ ഹൃദയത്തെ നോവിക്കുന്നതെല്ലാം എൻ്റെ ഹൃദയത്തെയും നോവിക്കട്ടെ. ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ഗ്ലാസ്സിൽ 2 വശത്തും ഗ്ലാസ്സാണ്, 2 വശത്ത് ഭിത്തിയാണ്, 2 വശത്ത് ഗ്ലാസ്സാണ്. കാരണം എൻ്റെ ഓഫീസിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ വേറൊരാൾ എല്ലാവരും കാണണം. ഐ ഹാവ് നത്തിങ് ടു ഹൈഡ്. അതുകൊണ്ട് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓഫീസൊക്കെ ഒന്ന് പരിഷ്കരിച്ചപ്പോൾ അതൊക്കെ അങ്ങ് പോയി. പക്ഷേ ഞാൻ വീണ്ടും എഴുതി വെക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതെല്ലാം അതാണ് സ്വഭാവ ഗുണം. പിശാചിന് അവകാശം പറയുവാൻ കഴിയുന്നതായിട്ടുള്ളത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പണം, പെണ്ണ്, അഹങ്കാരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവർ കുറ്റം പറയുന്നത് ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഏതെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയപ്പോൾ എന്നെ ദൈവം സഹായിച്ചു. അഹങ്കാരം വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് പോളിയോ ഹോമിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണട മാറ്റിയിട്ടുള്ള എത്ര പേരുണ്ട്? 10 പേരുണ്ടായിരുന്നു. ഒരു CFCയിലെ അച്ഛൻ്റെ മോൻ ഉൾപ്പെടെ, എനിക്കറിയാവുന്ന ഒരു കുടുംബം. അവർ ആ കണ്ണട പോയി. അഹങ്കാരം വരാതിരിക്കും. എൻ്റെ വാസ്തു പ്രാർത്ഥിച്ചിട്ട് ആരുടെ കണ്ണട മാറിയായിട്ട് എനിക്കറിയത്തില്ല. അഹങ്കാരം ഉണ്ടായി. പക്ഷേ ദൈവം എൻ്റെ അഹങ്കാരത്തെ എടുത്തു കളഞ്ഞു. കാരണം എങ്ങനെ? അടുത്ത മീറ്റിങ്ങിന് ആരും രക്ഷിക്കപ്പെടുന്നില്ല, ആരും സൗഖ്യമാകുന്നില്ല. അപ്പോൾ അടുത്ത മീറ്റിങ്ങിന് 5 പേരേ ഉള്ളൂ. 3 പേരോട് എനിക്ക് സുവിശേഷം പറയേണ്ടതുണ്ട്. അപ്പം ദൈവം എന്നെ സഹായിച്ചു, എൻ്റെ ഭാര്യയും എന്നെ സഹായിച്ചു. അപ്പോൾ പിശാചിന് അവകാശം പറയാൻ കഴിയുന്ന യാതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പിശാചിന് ഇടമില്ലെങ്കിൽ, പിശാചിന് നിൻ്റെ ജീവിതത്തിനകത്ത് അവകാശം പറയാനൊന്നുമില്ല എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം തടസ്സമില്ലാതെ ഒഴുകി വരും. ഒരു കൊട്ടേഷൻ പറയാൻ പോവുകയാണ്. നിങ്ങളുടെ അതിമഹത്തായ കൃപാവരം നിങ്ങളെ പർവ്വത ശിഖരത്തിൽ കൊണ്ടെത്തിക്കാം. പക്ഷെ നിങ്ങളുടെ സൽസ്വഭാവത്തിന് മാത്രമേ നിന്നെ അവിടെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയുള്ളൂ. സ്വഭാവത്തിൽ വീണുപോയാൽ പർവ്വത ശിഖരത്തിൽ നിന്ന് തെന്നിത്താഴെ വീഴുന്നത് പോലെയാകും, മലന്നടിച്ചു വീഴും. സ്വഭാവ ഗുണം അധികം കൃപാവരം രണ്ടും കൂടി ശുശ്രൂഷയിൽ ജീവിതത്തിലുള്ള വ്യക്തി ദൈവാത്മാവിൻ്റെ ശക്തി കേന്ദ്രമാണ്, പവർ ഹൗസാണ്. ആ വ്യക്തിയുടെ ജീവിതവും പ്രവർത്തനവും ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരും. തുടരുകയാണ് കൊട്ടേഷൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ പ്രസരണം, അതിപ്രസരണം സ്വഭാവ വീഴ്ചയിൽ ദൈവനാമത്തിന് അപവാദം കൊണ്ടുവരും. അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കും അപമാനം കൊണ്ടുവരും. എനിക്ക് 2 കാലുകളുണ്ട്. ഒന്ന് വിശ്വാസം, 2 വിശുദ്ധി. മുന്നോട്ട് ഞാൻ നടക്കുന്നത് വിശ്വാസം, വിശുദ്ധി, വിശ്വാസം, വിശുദ്ധി, വിശ്വാസം, വിശുദ്ധി, വിശ്വാസം, വിശുദ്ധി. 2 കാലുകളും ഇതിനകത്തായിരിക്കും ഉറച്ച്. എനിക്ക് 2 കൈകളുണ്ട്. അതെൻ്റെ സ്വഭാവ ഗുണം കൊണ്ടായിരിക്കണം. കൃപാവരവും സ്വഭാവ ഗുണവും കൂടെ. സമർപ്പിക്കപ്പെട്ട തലച്ചോറും, കൈകൾ, കാല്, തലച്ചോറ്. അഭിഷേകം ലഭിച്ച അധരങ്ങൾ. വേദഭാഗം വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, കഴുകേണ്ടതിന് ഒരു താമ്രത്തൊട്ടിയും അതിനൊരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യ വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. അതിങ്കിൽ അഹരോനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കൈയും കാലും കഴുകണം. കേട്ടോ, കൈയും കാലും കഴുകണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ പഴയ നിയമത്തിനേക്കാൾ കുറച്ചുകൂടെ വലിയ വിശുദ്ധിയാണ് പറയുന്നത്. കാരണം എന്താണ്? പുതിയ നിയമത്തിലെ വിശ്വാസി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. കറയും ചുളുക്കവും ഇല്ലാത്ത മണവാട്ടിയായിരിക്കണം. ഇതാ യേശു ക്രിസ്തു പറയുകയാണ് പത്രോസുമായിട്ടുള്ള സംസാരത്തിൽ. യോഹന്നാൻ 13:8-9. നീ ഒരു നാൾ, പത്രോസ് പറയുകയാണ്, നീ ഒരു നാളും എൻ്റെ കാൽ കഴുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാലും മാത്രമല്ല എൻ്റെ കൈയും എൻ്റെ തലയും കൂടെ കഴുകണമെന്ന്. പഴയ നിയമത്തിൽ കൈയും കാലും മതി. പുതിയ നിയമത്തിൽ വരുമ്പോൾ കൈയും കാലും തലയും കഴുകണം. കൈ നിൻ്റെ പ്രവൃത്തികളെ കാണിക്കുന്നു. നീ തൊടുന്നതെല്ലാം വിശുദ്ധമായിരിക്കണം. എണ്ണുന്ന രൂപ വിശുദ്ധമായിരിക്കണം. അവിടെ നിൽക്കുമ്പം പോക്കറ്റിൽ പോകാൻ പാടില്ല കേട്ടോ. കണക്കെഴുതുന്നത് അമേരിക്കയിലുള്ള സഭകളിലൊക്കെ സ്തോത്രകാഴ്ച എണ്ണുന്നവർ അവരുടെ കോട്ടെല്ലാം വെളിയിൽ ഊരിയിട്ടിട്ട് പോകണമെന്നാണ്.
അവിടെ ക്യാമറ ഉണ്ട് എങ്കിൽ നിയമമാണ്. അവിടെ രൂപ എണ്ണുന്നവർ അവരുടെ കോട്ടെല്ലാം വെളിയിലിട്ടേക്കണം. എന്താ കാരണം? അബദ്ധവശാൽ ചിലപ്പോൾ അവരറിയാതല്ല, മറ്റാരും അറിയാതെ ക്യാമറ ഉണ്ടെങ്കിലും ഇടാനൊക്കെ പഠിക്കും കോട്ടിൻ്റെ പോക്കറ്റിനകത്ത്. പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇടാമെന്നൊന്നും എൻ്റെ ഒക്കെ ചോദിക്കരുത് കേട്ടോ. അത് കണക്കാണെന്നോ. നീ എണ്ണുന്ന രൂപ വിശുദ്ധമുള്ളതായിരിക്കണം. നിൻ്റെ പോക്കറ്റിൽ വരുന്ന രൂപ വിശുദ്ധമുള്ളതായിരിക്കണം. നിൻ്റെ വീട്ടിൽ വരുന്ന സാധനങ്ങൾ വിശുദ്ധമായിരിക്കണം. നീ കണക്കെഴുതുന്നത് വിശുദ്ധമായിരിക്കണം. അല്ലേ? ഒരു സാധനം വാങ്ങിച്ചപ്പം 10 രൂപ ആയിരിക്കും. നിനക്ക് വേണമെങ്കിൽ അത് 90 ആക്കാനും കഴിയും. ഇല്ല, നിൻ്റെ കണക്കെഴുത്ത്, നിൻ്റെ കൈകൾ വിശുദ്ധമുള്ളതായിരിക്കണം. നീ ചെയ്ത വേലയുടെ, ദൈവദാസന്മാരൊക്കെ പറയാണ്, എഴുതുന്നതിൻ്റെ റിപ്പോർട്ട് എഴുതുന്നതും വിശുദ്ധമായിരിക്കണം. നിൻ്റെ ഫോണിനകത്ത് കൈ തൊടുന്ന ഫോണിനകത്ത് കിന്നരം പറച്ചിലും വിശുദ്ധമായിരിക്കണം. നീ കാണുന്നതും വിശുദ്ധമായിരിക്കണം. നിൻ്റെ കൈകൾ വിശുദ്ധമായിരിക്കട്ടെ. നിൻ്റെ കാല്, ഹല്ലേലൂയ, നീ ചവിട്ടുന്ന ഭൂമിയല്ല, മനുഷ്യരെയല്ല ചവിട്ടേണ്ടത്, ഭാര്യയല്ല ചവിട്ടേണ്ടത്, മക്കളെയല്ല ചവിട്ടേണ്ടത്, കൂടെ പ്രവർത്തിക്കുന്നവരെയല്ല ചവിട്ടേണ്ടത്. പിന്നെയോ ഹല്ലേലൂയ, നിൻ്റെ കാലുകളും വിശുദ്ധമുള്ളതായിരിക്കട്ടെ. നിൻ്റെ തല എന്തിനെ കാണിക്കുന്നു? തലയ്ക്കകത്ത് കണ്ണ്, മൂക്ക്, ചെവി, അധരം, അല്ലേ? പഞ്ചേന്ദ്രിയം മുഴുവൻ കൂടെ കാണണം. കൈയും നിൻ്റെ തലയും കൂടെ പഞ്ചേന്ദ്രിയം മുഴുവൻ വരികയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം യേശു കഴുകിയതായിരിക്കണം. നിൻ്റെ കഴിവുകൾ, നിൻ്റെ കൈകൾ, നിൻ്റെ കാലുകൾ യേശു തൊട്ടതായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ പത്രോസിനെ യേശു ക്രിസ്തു പെന്തിക്കോസ്ത് ദിവസം ഉപയോഗിച്ചു. എന്തുകൊണ്ട് പെന്തിക്കോസ്ത് ദിവസം പത്രോസിനെ ഉപയോഗിച്ച്? അതിനെ അത്ഭുതപ്പെടാനില്ല. കാരണം എന്താണ്? അവൻ്റെ കൈകളും അവൻ്റെ കാലുകളും അവൻ്റെ തലയും അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം കഴുകുവാൻ യേശുവിന് അനുവാദം കൊടുത്താണ്. യേശു കഴുകിയെന്ന് ഞാൻ പറഞ്ഞില്ല, അതിന് അനുവാദം കൊടുത്തതാണ്. ഹല്ലേലൂയ. യോഹന്നാനെ അല്ല യേശു ക്രിസ്തു അന്ന് ഉപയോഗിച്ചത്. എൻ്റെ നോട്ടത്തിനകത്ത് യോഹന്നാനെ ആയിരിക്കണം. കാരണം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ നെഞ്ചോട് ചാർന്നിരുന്ന അവൻ്റെ ഹൃദയത്തുടിപ്പ് വരെ ഒപ്പിയെടുക്കുന്നതായിട്ടുള്ള വഴിയാണ്. കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നവൻ നഥാനിയേൽ ആരാണ്? മാനസാന്തരപ്പെടുന്നതിന് മുൻപ് തന്നെ കപടമില്ലാത്തവനായിരുന്നു. നമ്മൾ മാനസാന്തരപ്പെട്ടതിന് ശേഷം എന്തെല്ലാം തെറ്റുകൾ വന്നിട്ടുണ്ട്. അവൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് പോലും വിശുദ്ധനായിട്ടുള്ള മിഷണറി വീരനായ തോമസുമല്ല, കൈയും കാലും തലയും കഴുകൽ പ്രാപിച്ചവനായ പത്രോസിനെ. ഹല്ലേലൂയ. ഇതാ സന്ദേശം ഇവിടെ തുടങ്ങിയാണ്. ഇതുവരെ മുഖവരെ പറയുകയായിരുന്നു. ഭാഗം 1. ഇന്ത്യ മഹാരാജ്യം ദൈവശബ്ദം കേൾക്കുവാൻ വളരെ താമസിച്ചു പോയി. എന്തുകൊണ്ട്? ഒരു ഭാഗം വായിക്കാൻ 2 രാജാക്കന്മാർ 9:1 മുതൽ 3 വരെ കേൾക്കുവാൻ താമസിച്ചു പോയി. അതിന് നാം എന്തു ചെയ്യണം? 2 ശമൂവേൽ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലെയാദിലെ രാമോത്തിലേക്ക് പോക. അവിടെ എത്തിയ ശേഷം നിംഷിയുടെ മകനായ യഹോശാഫാത്തിൻ്റെ മകൻ യഹു എവിടെ ഇരിക്കുന്നു എന്ന് നോക്കി അകത്ത് ചെന്ന് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോക. പിന്നെ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച്, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിയാതെ ഓടിപ്പോരുക. എന്തിനാണ് ദൈവം ഏലീശായുടെ ഒരു ശിഷ്യനെ അയച്ചത്? ഒരു ഉദ്ദേശം എന്തായിരുന്നു? ഇസ്രായേലിനൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ. പക്ഷേ ഓർക്കണം, ഒന്ന്, തൈലം നിൻ്റെ വീട്ടിൽ നിന്നല്ല എടുക്കേണ്ടത്, നിൻ്റെ ഡിനോമിനേഷനൊന്നും അല്ല വേണ്ടത്, ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതുമല്ല. ഈ തൈലപാത്രം ഞാനും നീയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. എന്നെ പലരും എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എണ്ണ പുരട്ടാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഓർഡിനേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പോളിയോങ്കിച്ചു എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജോണോസിന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. DGS ദിനകരണങ്ങൾ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സിസ്റ്റർ ആലിസ് ഷെവ്കൻ കാനഡ, അവർ പലപ്പോഴും എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അലൻ വിൻസെൻ്റ് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോറിസ് അർലോ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ അനേകം പേരെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ വിശ്വാസം, ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിലെ ഹാളിനകത്ത്, അന്ന് പാസ്റ്ററുടെ വീടിൻ്റെ ഒരു മുറിയ ഹാള്, അതിനകത്ത് ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്ത് എനിക്കിപ്പോഴും നല്ല ഓർമ്മ, അവിടെ ഇരിക്കുകയാണ്. പാസ്റ്റർ അപ്പുറത്തിരിക്കുകയാണ്, അദ്ദേഹത്തിന് കിടക്കുമുറി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഓടി ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ അഭിഷേകത്തോടുക ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ വേർതിരിക്കുന്നു. അതാണ് എനിക്ക് ഇതെല്ലാം കിട്ടുന്നത്. എന്നെ പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥന, ഓർഡിനേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ബലമായ എൻ്റെ വിശ്വാസം, എന്നെ ദൈവം അഭിഷേകം ചെയ്ത് വേലയ്ക്ക് വേണ്ടി അന്നായിരുന്നു. എൻ്റെ ഓർഡിനേഷൻ നല്ലതാണ്, വേണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഓർഡിനേഷൻ പോയി ചോദിച്ചു വാങ്ങിച്ചത് കേട്ടോ.
ചോദിച്ചു വാങ്ങിച്ചത്. ഹല്ലേലൂയ. പോൾ യോങ്ങിച്ചോ പ്രാർത്ഥിച്ചു, അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടാണ്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ആ വേലയുടെ അഭിഷേകം അന്ന് അദ്ദേഹം എനിക്ക് തന്നതാണ്. ഹല്ലേലൂയ. നല്ല വിശ്വാസം PM തോമസ് എന്നാണ്, പാസ്റ്റർ PM തോമസ്. ഇവിടെ പറയുകയാണ്, നമ്മുടെ കഥ വായിക്കുകയാണ്. യഹൂവിനോട് പറയുന്ന സമയത്തോടെ പല പട്ടാള ലീഡർമാരും ഉണ്ടായിരുന്നു. അതിനകത്ത് സുന്ദരനായ ഒരുത്തിനെ ഓർഡർ ചെയ്യണമല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരുത്തിനെ ഓർഡർ ചെയ്യണമെന്നല്ല പറഞ്ഞത്. യുദ്ധം അറിയാവുന്നവനെ ഓർഡർ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. പോകുന്ന വഴിയിൽ എന്തായാലും രാജാവായിട്ട് അഭിഷേകം ചെയ്യില്ല, നിൻ്റെ മോനെ അങ്ങ് അഭിഷേകം ചെയ്യുന്നതല്ല. അല്ലേ? അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ള ഒരുത്തിനെ അങ്ങ് അഭിഷേകം ചെയ്യുന്നതല്ല. ദൈവം കാണിച്ചു തരുന്നതായിട്ടുള്ളൊരു മനുഷ്യനെ. ഹല്ലേലൂയ. ഞാൻ 2004 എൻ്റെ ചുമതലയെല്ലാം വേറൊരാൾക്ക് വിട്ടുകൊടുത്തത്. ആളുകൾ എൻ്റെയൊക്കെ ചോദിച്ചു, എൻ്റെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, എന്താ മോന് കൊടുക്കാഞ്ഞത്? മരുമോനും ദൈവവേലയിലാണല്ലോ, മോനും ദൈവവേലയിലാണ്, എൻ്റെ സംഘടനയിൽ തന്നെ വേലയാണ്, എന്തുകൊണ്ട് അവർക്കാർക്കും കൊടുത്ത? ദൈവം കാണിച്ചു തരുന്നതായിട്ടുള്ള മനുഷ്യനെ കാണിച്ചു തരുന്നേ. ദൈവം യഹൂവിൽ പല ഗുണങ്ങളും കണ്ടു കാണും. അല്ലേ വെറുതെ അങ്ങ് ദൈവം വിളിക്കുമോ? കൂടപ്പുറപ്പേ, നിന്നിലുള്ള കൃപാവരങ്ങൾ, കഴിവുകൾ വളർന്നു കാണണം. യഹൂ ജനിച്ചപ്പോൾ തൊട്ടുള്ള അവൻ പലതും കണ്ടുപിടിച്ചു. ദൈവം കാണണം, ദൈവം നിന്നുള്ള കഴിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. എന്താണ് നിൻ്റെ കഴിവ്? എഴുതാനുള്ള കഴിവാണോ? പാട്ടെഴുതാനുള്ള കഴിവാണോ? പാടാനുള്ള കഴിവാണോ? തറ തുടയ്ക്കാനുള്ള കഴിവാണോ? എന്തെങ്കിലുമൊക്കെ ആഹാരം ഉണ്ടാക്കാനുള്ള കഴിവാണോ? അതിഥികളെ സൽക്കരിക്കാനുള്ള കഴിവാണോ? ട്രാക്ട് കൊടുക്കാനുള്ള കഴിവാണോ? ഏതുമുള്ളതൊക്കെ അത് വളർത്തിയെടുക്കണം, വളർന്നുകൊണ്ടേയിരിക്കണം. വളർച്ച നിൽക്കുമ്പോൾ വാസ്തവത്തിൽ നീ മരിക്കുകയാണ്, നിൻ്റെ മരണം ആരംഭിക്കുകയാണ്. ഏതെങ്കിലും അഗ്രികൾച്ചർ അറിയാവുന്ന ഒരാളുടെയൊക്കെ ചോദിച്ചാട്ടെ, ആ ഡോക്ടർമാർക്ക് ചോദിച്ചാലും മതി കേട്ടോ. നിൻ്റെ വളർച്ച നിൽക്കുമ്പോൾ നിൻ്റെ മരണം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നിൻ്റെ വളർച്ച നിർത്തരുത്, വളർത്തുക, വളർന്നുകൊണ്ടേയിരിക്കുക. അവനെ ഉൾമുറിയിലേക്ക് കൊണ്ടുപോകണം. നമുക്കും ഉൾമുറിയുടെ അനുഭവം ഉണ്ടാകണം. ദൈവവും ഞാനും മാത്രം, ദൈവവും നീയും മാത്രം. അതാണ് ഉൾമുറിയൽ. ഞാൻ 10 ദിവസം ഈ വർഷത്തിലും മാറ്റിവെച്ചിരിക്കുകയാണ് കേട്ടോ. 10 ദിവസം ഉപവാസത്തിരിക്കുക. എന്തിനാണ് ഉൾമുറി? ഞാനും ലില്ലിയും മാത്രം, വേറെ ആരുമില്ല. 10 ദിവസം വേറെ ദൈവദാസന്മാരെ വിളിച്ച് പ്രസംഗിപ്പിക്കും. എന്നോട് പറഞ്ഞാട്ട് ഞങ്ങൾ പറയും, അവരൊക്കെ പറയും വരണം, ഞങ്ങളുടെ വീട്ടിൽ വരണം, ഞാനും ലില്ലിയും മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. എന്താണ് ഉൾമുറിയിലെ അനുഭവം? ഞാനും ദൈവമായിട്ട് മാത്രം. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തിലോളം എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ മറ്റാരോടും പറയാനൊക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ കേട്ടു, കണ്ടു. ഹല്ലേലൂയ. എൻ്റെയും നിൻ്റെയും ജീവിതത്തിനകത്ത് ഉൾമുറിയിലെ അനുഭവം, മറ്റാരോടും പറയാനൊക്കാത്തത്, പറയാനൊക്കാത്തത്, അതുകൾ വിശുദ്ധമായിട്ടുള്ള മോസ്റ്റ് ഹോളി അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ 3-ാം സ്വർഗം വരെ പോയില്ലെങ്കിലും 1-ാം സ്വർഗം വരെയെങ്കിലും പോട്ടെ. ഇതൊന്നുമില്ലെങ്കിലും കർത്താവ് നമ്മളെ നോക്കിയിട്ടൊന്ന് ഊതണം. ശിഷ്യന്മാരുടെ മേൽ ഊതിയില്ലേ, 10 പേരുടെ മേൽ ഊതിയ അതുപോലെ നമ്മളെ ഒന്ന് ഊതുവാൻ തക്കൊണ്ട് ഇടയാക്കിട്ടെ. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ദൈവമേ നീ ഒന്ന് ഊതണമേ കർത്താവ്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ എൻ്റെ യേശു എൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ കഴുത്തേൽ അവൻ്റെ ശ്വാസം വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഒരിക്കലൂടെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് 10 ദിവസം ഉപവാസം ഇരിക്കുന്നത്, എല്ലാ വർഷവും ഇരിക്കും. ഹല്ലേലൂയ. അവൻ നമ്മളെ ഊതട്ടെ. ഹല്ലേലൂയ. പരസ്യമായ അഭിഷേകവും അതിൻ്റെ കൂടെ കിട്ടട്ടെ, അത് ശുശ്രൂഷയിൽ വെളിപ്പെടട്ടെ. എന്തിനാണ് അവിടെ ഒരു പുതിയ, രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് അവിടെ ഒരു പുതിയ രാജാവിനെ അഭിഷേകം? അവിടെ രാജാവ് ഉണ്ടല്ലോ, അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവജനത്തിൻ്റെ രാജാവ് ബിംബാരാധിയായിരിക്കരുത്. ഇയാൾ ആരാണ്? ബിംബാരാധിയായിരുന്നു. മന്ത്രവാദിയുമായിട്ട് കൂട്ടായ്മയുള്ളവരായി തീരരുത്. അവരുടെ ഭാര്യയും വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കണം. ദൈവദാസന്മാരുടെ ഭാര്യമാരും വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കണം. പക്ഷേ ഇന്നെങ്ങനെ ആക്കുന്നത്? ദൈവദാസൻ്റെ ഭാര്യ നേഴ്സാണ്, അബോർഷൻ ചെയ്യുന്നിടത്തും അവർ ജോലിയായിട്ട് ഏതെങ്കിലും ഒക്കത്തുള്ളൂ. തെറ്റ് ചെയ്യേണ്ടിയിടത്തും ടീച്ചറാണ്, വരാത്ത കുട്ടിക്കും ഹാജരിടാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, വിശുദ്ധമായ കൈകൾ, വിശുദ്ധമായ ചിന്താഗതി, വിശുദ്ധമായിട്ടുള്ള മനസ്സിന് ഉടമയായിരിക്കണം ഒരു ദൈവദാസനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഹല്ലേലൂയ. ദൈവദാസന്മാരെ കൊല്ലുന്നവരായി തീരരുത്. അവൻ ദൈവദാസന്മാരെ കൊല്ലുന്നവരാണ്. ആഹാബ് അവൻ്റെ അപ്പനായിരുന്നു, അവൻ ദൈവദാസന്മാരെ കൊല്ലുന്നവനായിരുന്നു. ഹല്ലേലൂയ. വാളുകൊണ്ടും കൊല്ലാം, വാക്കുകൊണ്ടും കൊല്ലാം. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു കേട്ടോ, കേരളത്തിൽ നിന്ന് വന്നതാണ്. എന്നെ കാണാനായിട്ട് വന്നു. ഏകദേശം 2 മണിക്കൂർ കൊടുത്തു. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി സമയം കൊടുക്കും. അതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് കൊടുത്തില്ല. വീട്ടിൽ വരുവാണെങ്കിൽ വന്നു കഴിഞ്ഞ് വെച്ച് അദ്ദേഹം എഴുതി വെച്ച് ഞാൻ അവിടെ വന്നപ്പോഴേ എഴുതി വെച്ചിരിക്കുന്നതാണ്, പ്ലീസ് ഡു നോട്ട് ക്രിട്ടിസൈസ് സം വൺ ഹു ഇസ് നോട്ട് പ്രസൻറ്റ് ഹിയർ. എൻ്റെ ചോദിച്ചാൽ എൻ്റെ അർത്ഥം എന്തുവാ? ഈ ലോകത്തുള്ളവർ അല്ല, ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വേറൊരു ദൈവദാസൻ്റെ കുറ്റം പറയാൻ പാടില്ല. ഹല്ലേലൂയ. വാക്കുകൊണ്ട് കൊല്ലരുത്, യൂട്യൂബിനകത്തൂടെ കൊല്ലരുത്, വാളുകൊണ്ട് കൊല്ലരുത്, എഴുതി കൊല്ലരുത്. ഹല്ലേലൂയ. സത്യദൈവ ആരാധനയെ
തുടച്ചു നീക്കുന്നവൻ ആകരുത്. ആഹാബ് അതായിരുന്നു, അവൻ്റെ മോനും അതായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഈ ആഹാബ് രാജാവ് യുദ്ധത്തിൽ മരിച്ചു. 1 രാജാക്കന്മാർ 22-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 40 വരെയാണ്. ഇപ്പം മകനാണ് രാജാവ്. അവൻ്റെ പേര് അഹസ്യാവ് എന്നാണ്. നല്ല പേരുണ്ട്, പക്ഷേ ആള് പഴയ. ഇതാ 1 രാജാക്കന്മാർ 22:52 പറയുകയാണ്, അവൻ തൻ്റെ അപ്പൻ്റെ വഴിയിലും ആഹാബിൻ്റെ അമ്മയുടെ വഴിയിലും ബിംബാരാധികളും ദേവദാസന്മാരെ കൊല്ലുന്നവരും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ചു. യൊരോബെയാമിൻ്റെ വഴിയിലും നടന്നു, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ ബാലിനെ സേവിച്ച് നമസ്കരിച്ചു. തൻ്റെ അപ്പൻ ചെയ്തതുപോലെ ഒക്കെയും ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയെ കോപിച്ചു. കേട്ടോ, നിങ്ങളുടെ അപ്പൻ തെറ്റ് ചെയ്തതായിരിക്കാം, എൻ്റെ അപ്പൻ തെറ്റ് ചെയ്തതായിരിക്കാം, വേറെ ഏതെങ്കിലുമൊക്കെ ശാപത്തിന് കാരണമായി തീർന്നതായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, നമ്മൾ അവർ ചെയ്ത തെറ്റ് ആവർത്തിക്കരുത്. ചുല്ലിട്ടിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട്. എൻ്റെ വീട്ടിലൊരു ബോർഡ് ഇരിപ്പുണ്ട്, ഇവിടെ ഓഫീസിൽ ഇരിപ്പുണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം വെച്ചിട്ടുണ്ട്, ഐ ലിവ് എ സിമ്പിൾ ലൈഫ് ഫുൾ പീരീഡ്. ഇന്നലെ വന്ന ചെറുപ്പക്കാരൻ്റെ പഠിത്തമുള്ള 4-5 ഡിഗ്രി ഉണ്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള മനുഷ്യനാണ്, ആ ചെറുപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞു, പീരീഡ് എന്ന് പറഞ്ഞ അർത്ഥം അറിയാം, നിങ്ങൾക്കും അറിയാൻ വിചാരിക്കും പീരീഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാന്ന് അല്ലേ. സ്ത്രീകൾക്കുണ്ടാകുന്ന പീരീഡിനെ പറ്റിയല്ല, ഒരു സമയത്തിൻ്റെ കാലഘട്ടം എന്നുള്ള പീരീഡുമല്ല. പീരീഡ് എന്നുള്ളതിനൊരു അർത്ഥമുണ്ട്, ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ഞാനൊരു സിമ്പിൾ ലൈഫ് നയിക്കും. പീരീഡ് തീർന്നു, ഇനി അതിന് മാറ്റമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിൻ്റെ അപ്പൻ ചെയ്തത് നീ ചെയ്യരുത്. പുതിയൊരു ജീവിതം നയിക്കുവാൻ ചെയ്യണം. അവൻ ദൈവമാക്കിയതല്ല, അപ്പൻ്റെ കസ്തര കിട്ടിയതാണ്, അതിനകത്ത് കയറിയിരുന്നതാണ്. ഹല്ലേലൂയ. അപ്പൻ തരുന്ന ശുശ്രൂഷ ദൈവത്തെ അനുഗ്രഹിക്കണമെന്നില്ല. സംഘടന തരുന്ന ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കണമില്ല. കടമെടുത്ത വടിയിൽ അഭിഷേകം തുളുമ്പുകയില്ല. ഇതേ പ്രവാചകൻ ഏലീശായുടെ വടി, പ്രവാചകൻ ഏലീശായുടെ വടിയുമായിട്ട് ഒരു ദാസനെ പണ്ട് പറഞ്ഞു വിട്ടത്. ഒരു കൊച്ചൻ ചത്ത് കിടന്നാൽ പോയിട്ട് കമ്പ് കൊണ്ട് വെക്കാനാണ്. അവൻ കമ്പ് കൊണ്ട് വെച്ചു, അനങ്ങിയില്ല, കണ്ണുപോലും തുറന്നില്ല. എന്താ കാര്യം? കടമെടുത്ത വടി അത്ഭുതം ചെയ്യുന്നില്ല. ആരെങ്കിലും തരുന്ന അഭിഷേകം, ഒരു തൊട്ടി എണ്ണ ഒഴിച്ചാലും അതിനകത്തുനിന്ന് അത്ഭുതം ഉണ്ടാകത്തില്ല. മരിച്ചവൻ പയ്യൻ്റെ ശരീരം അനങ്ങി പോലുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എ ബോറോഡ് സ്റ്റാഫ് വിൽ നോട്ട് ഹാവ് ദ അനോയിൻറ്റിങ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം പണ്ട് ആഹാബ് രാജാവിന് ഒരു സ്നേഹ സന്ദേശം, ഒരു ലവ് ലെറ്റർ കൊടുത്തതാണ്. എന്താണ്? 3.5 വർഷത്തെ ക്ഷാമം. ശാപമായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു ലവ് ലെറ്റർ. എന്താണ്? മാനസാന്തരപ്പെടുക. എത്ര പ്രാവശ്യം അവസരം കൊടുത്തെന്നറിയാം ആഹാബിന്, അവന് മാനസാന്തരപ്പെട്ടില്ല. രാജാവ് മാനസാന്തരപ്പെട്ടില്ല, ജനം മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് രാജാവും കഷ്ടപ്പെട്ടു. രാജാവ് പോച്ച പറിക്കാൻ പോയി കേട്ടോ, എൻ്റെ വേദത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ജനവും ശിക്ഷയെ അനുഭവിച്ചു, പക്ഷെ അനുതപിച്ചില്ല, മാനസാന്തരപ്പെട്ടില്ല. ജനങ്ങളും മാനസാന്തരപ്പെട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ കരുണാസമ്പന്നനായ ദൈവം ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ തീ അയച്ചു കഴിഞ്ഞപ്പോൾ സകലരും മാനസാന്തരപ്പെട്ടു, സത്യദൈവത്തെ ആരാധിച്ചു. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഉണർവ് അവിടെയാണ് ഉണ്ടായത്. അതുപോലെ ഉണർവ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇസ്രായേലിലും ഉണ്ടായിട്ടില്ല, ലോകത്തിൽ പെട്ടെന്നുണ്ടായിട്ടില്ല കേട്ടോ. വെയിൽസിലുണ്ടായി, പക്ഷെ പെട്ടെന്നുണ്ടായില്ല. ഏറ്റവും വലിയ ഉണർവുണ്ടായി. ഹല്ലേലൂയ. ദൈവകോപത്തിലൂടെ അല്ല ഉണ്ടായത്. തീ വീണപ്പോൾ ഞാനും നീയും പ്രാർത്ഥിക്കണം, എൻ്റെ സ്വർഗത്തിലായ ദൈവമേ തീ അയക്കണമേ. ഞാൻ കട്ടറായി ചെന്നു. എനിക്കന്ന് കൃപാവരങ്ങളൊന്നുമില്ല, ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ടുമില്ല, അന്യഭാഷയില്ല, ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ടൊരു ശക്തി പോയതുപോലെ തോന്നി, അത്രയേ ഉള്ളൂ കേട്ടോ. വലിയ ദൈവദാസന്മാരൊക്കെ തലയിൽ കൈവച്ചിട്ട് ഞാൻ അന്യഭാഷ പറഞ്ഞില്ല. ഒരു അഭിഷേകം ഇല്ലെന്നാണ് എൻ്റെ വിചാരം, പരിശുദ്ധാത്മ സ്നാനമില്ലെന്ന്. എൻ്റെ അഭിഷേകമുണ്ട്, പക്ഷേ പരിശുദ്ധാത്മ സ്നാനമില്ലെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഞാൻ കട്ടറായി ചെന്നു. 18 പേര് രക്ഷിക്കപ്പെട്ടു, പിന്നെയും 18 പേര് രക്ഷിക്കപ്പെട്ടു, പിന്നെയും 18 പേര് രക്ഷിക്കപ്പെട്ടു. ഒരു ഉണർവുണ്ടായി, അസാധാരണമായ ഉണർവ്. ഒരു തീ കുണ്ടത്തിനകത്ത് ഒത്തിരി വിറവ് കിടക്കുകയാണെന്ന് വിചാരിച്ചോ. ആരോ വന്നു കഴിച്ചിട്ട് ഈ വിറവെടുത്ത് 4 വശത്തേക്ക് എറിയുന്നത് പോലെ പോയിടത്തെല്ലാം, പർവ്വതങ്ങളിലെല്ലാം സഭകളുണ്ടായി. ഹല്ലേലൂയ. ആദ്യം 18 പേര്, അടുത്ത മാസം 18 പേര്, അതിനടുത്ത ദിവസം 18 പേര്, അടുത്ത ദിവസം 56 പേര്. ഹല്ലേലൂയ ഉണ്ടായി. എങ്ങനെയാണ് തീ? എൻ്റെയും നിൻ്റെയും ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന തീ ഉണ്ടാകണം. തീ ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ തീ അയക്കണമേ. ചിലർ പറയും വേണ്ട വേണ്ട വേണ്ട, തീ വേണ്ട അങ്ങനെ പറയും അല്ലേ. ജനം മാനസാന്തരപ്പെട്ടപ്പോൾ മഴയുണ്ടായി. ഹല്ലേലൂയ. ദൈവം മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ എന്താണോ ഇല്ലാത്തത് അവിടെ ഉണ്ടാകും, ഒരു മാനസാന്തരം, വൻമഴ. ഹല്ലേലൂയ. നമുക്കും പ്രാർത്ഥിക്കാം, തീ അയക്കണമേ കർത്താവ്, വൻമഴ അയക്കണമേ, എൻ്റെ വീട്ടിൽ അയക്കണമേ, എൻ്റെ സഭയിൽ അയക്കണമേ. സന്ദേശം ഭാഗം 2 രാജാക്കന്മാർ 5-ാം അധ്യായം.
സിറിയ രാജ്യത്തിൻ്റെ പട്ടാള കമാൻഡർ പരാക്രമശാലിയാണ്. അനേക രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചവരാണ്. പക്ഷേ കുഷ്ഠരോഗിയാണ്. കുഷ്ഠം ആവശ്യമല്ല എൻ്റെ വിഷയം. കുഷ്ഠമെന്ന് പറഞ്ഞാൽ എന്താണ്? ത്വക്കിൻ്റെ തടിപ്പാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്കിൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നർത്ഥം. നമുക്കെല്ലാവർക്കും അഹങ്കാരം ഉണ്ടാകാം. നേട്ടത്തിൻ്റെ, കുടുംബത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, ഡിഗ്രിയുടെ, കഴിവിൻ്റെ ഒക്കെ അഹങ്കാരം ഉണ്ടാകും. അഹങ്കാരം ഉണ്ടായില്ലെങ്കിലേ നമുക്ക് അത്ഭുതപ്പെടാൻ. ഈ പട്ടാള കമാൻഡർക്ക് അഹങ്കാരം ഉണ്ടായില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതപ്പെടാനുള്ളൂ, അല്ലേ? അന്നേരം അയാളുടെ വീട്ടിനകത്തൊരു അടിമ പെങ്കൊച്ചുണ്ടായിരുന്നു. ആ അടിമ പെങ്കൊച്ച് ഈ കമാൻഡറുടെ ഭാര്യയോട്, കമാൻഡറുടെ എന്ന് പറഞ്ഞാൽ സാറേ ഒരു കാര്യം പറയട്ടെ എന്നല്ല, നമുക്ക് അവസരം കിട്ടുന്നിടത്തൊക്കെ യേശുവിനെ പറ്റി പറയണം, നമ്മുടെ രക്ഷിതാവിനെ പറ്റി പറയണം. അവസരം കിട്ടുമ്പോൾ പറയണം, അവസരം ഉണ്ടാക്കി പറയണം. എപ്പോഴും പറയാനൊക്കത്തില്ല, പക്ഷേ അവസരം ഉണ്ടാക്കി പറയണം. നിങ്ങളുടെ ബർത്ത്ഡേക്ക് 2 പേരെ വിളിച്ചിട്ട് ഒരു കേക്ക് കൊടുത്തും വെച്ച് യേശുവിനെ പറ്റി പറയാൻ സാധിക്കും. 2 പേരെ അല്ലെങ്കിൽ ഒരു 10 പേരെ 15 പേരെ. നമ്മൾ സാറിന് ഇന്ന് കേക്ക് എടുത്തും വെച്ച് എല്ലാവരും കൂടെ വീട്ടിൽ തന്നു വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ല, അതൊരവസരമായിട്ട് എടുക്കണം. ഒരു 10 പേരെ വിളിക്കണം, യേശുവിനെ പറ്റി അറിയാത്തവർക്ക് കൊടുക്കണം. പാവപ്പെട്ടവരുടെ കോളനിയിലോട്ട് എന്ന് കഴിയുമ്പോൾ ഒരു പാട്ടുമൊക്കെ പാടി കഴിയുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ട് എൻ്റെ കൊച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അത് നിങ്ങൾക്ക്, എന്നിട്ടും എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ആരായിരുന്നാലും എവിടെയായിരുന്നാലും യേശുവിനെ പറ്റി പറയാൻ കഴിയും. ഞാൻ പട്ടാളത്തിലായിരിക്കും സമയത്ത് രക്ഷിക്കപ്പെട്ടെ. അന്ന് തന്നെ ഞാൻ കുഞ്ഞിരാമനോട് യേശുവിനെ പറ്റി പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് ക്രിസ്മസ് ആയപ്പോൾ 2.5 മാസത്തെ ക്രിസ്ത്യാനിയാണ് ഞാൻ. 2.5 മാസത്തെ ക്രിസ്ത്യാനി. പട്ടാള ഓഫീസിൽ എനിക്കൊരു ഞാൻ ട്രാക്ട് കൊടുക്കും. ക്രിസ്മസ് അല്ലയോ, ട്രാക്ട് കൊടുക്കും. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഒത്തിരി ട്രാക്ട് കെട്ട് കിടപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയോ വന്നതാണ്. പാസ്റ്ററുടെ കുഴപ്പമല്ല, ആരാണ്ട് കൊണ്ടിട്ടുമിച്ച് പോയതാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ അവർ പോയിട്ട് എത്ര വർഷമായി? 2-3 വർഷമായി. ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ ഞാൻ വിതരണം ചെയ്യാൻ തുടങ്ങി. ഇനി ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്തുള്ള പട്ടാള ക്യാമ്പിലൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കണം. മിലിറ്ററി ആശുപത്രി ചെന്നു, ഉദംപൂരിലെ മിലിറ്ററി ആശുപത്രി ചെന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ യുദ്ധം കഴിഞ്ഞതേ ഉള്ളൂ. പലരും പാകിസ്ഥാനിലുള്ള പട്ടാളക്കാർ മുറിവേറ്റ് കിടപ്പുണ്ട്. ഞാൻ അവിടുന്ന് പെർമിഷൻ വാങ്ങിച്ച് കഴിയുമ്പോൾ അവർക്ക് ഉറുദു വായിക്കാൻ അറിയാം. അവർ അവരുടെ ഭാഷ ഉറുദുവിലുള്ള ട്രാക്ട് കൊടുക്കുക. അവർക്ക് വലിയ സന്തോഷമായി. കാരണം വെറുതെ കിടക്കുന്ന എന്തെങ്കിലും വായിക്കാൻ കിട്ടുമല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം ഞാൻ കൊടുത്തു. ഏതെങ്കിലും അവസരം ഉള്ളപ്പോൾ അവസരം ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. ഞാൻ ക്രിസ്മസ് ആയപ്പോഴേ വിചാരിച്ച് ഇവിടെ 10 ഓഫീസേഴ്സ് ഉണ്ട്. ഈ ഓഫീസേഴ്സിനൊന്ന് സുവിശേഷം പറയാൻ എന്താ മാർഗം? ഓഫീസേഴ്സിനൊക്കെ പറയാനൊക്കെ തോന്നി, പട്ടാളക്കാരന് കേട്ടോ, പറയാൻ മാർഗം ചോദിച്ചാൽ ഞാൻ 10 ആൾ ഇന്ത്യ പ്രയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഞാൻ 10 പുതിയ നിയമം എഴുതി വരുത്തി. 25 പൈസയായിരുന്നു ഒരെണ്ണത്തിൻ്റെ അന്നത്തെ വില. യോഹന്നാൻ്റെ സുവിശേഷ പ്രതിക്ക് 5 പൈസ, പുതിയ നിയമത്തിന് 25 പൈസ. ഞാൻ 10 എണ്ണം എഴുതി വരുത്തി, രൂപ കൊടുത്തിട്ട് എഴുതി വരുത്തി. എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ പേജിൽ എഴുതി ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ ബ്ലെസ്സഡ് ന്യൂ ഇയർ ഫോർ യു സർ. ഒപ്പിട്ട് 10 പേർക്കും കൊടുത്തു. ഒരൊറ്റ സൗത്ത് ഇന്ത്യക്കാരനില്ല കേട്ടോ. ഒരു കർണാടകക്കാരൻ ഒരാളുണ്ട്, ഒരു യഹൂദനുണ്ട്, പൂനാക്കാരനൊരു യഹൂദനുണ്ട്, ജൂഡ് എന്ന പേരുള്ള ഒരാളുണ്ട്, ഒരു മുസ്ലിമുണ്ട്, കാശ്മീരിൽ ഒരു മുസ്ലിം. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തു. ഞാൻ പറയുന്നു നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അവസരം ഉണ്ടാകുമ്പം കൊടുക്കണം. MLA എടുക്ക പറയണം, MP എടുക്ക പറയണം. ആരൊക്കെയാണോ നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ അടുത്ത പട്ടണത്തിലുള്ളവരോട് പറയണം. ഹല്ലേലൂയ. സിറിയ രാജാവ് എന്ത് ചെയ്തു? നയമാനെ ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ അടുക്കിലേക്ക് കത്തുമായിട്ട് അയച്ചു. അയാളുടെ വിചാരം അവിടെ വല്ല അത്ഭുതം നടക്കുന്നെങ്കിൽ രാജാവിൻ്റെ ആയിരിക്കണമെന്ന്. ദൈവശക്തി കസേരയിലല്ല, അഭിഷേകത്തിലാണ്. ഹല്ലേലൂയ. അത് പാവപ്പെട്ടവനായിരിക്കാം, ദരിദ്രനായിരിക്കാം, പഠിക്കാത്തവരായിരിക്കാം, എഴുത്തും വാദനയും അറിയാൻ വയ്യാത്തവരായിരിക്കാം. നിങ്ങൾ ആരായിരുന്നാലും ശരി, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ സൗന്ദര്യത്തെ, നിങ്ങളുടെ കുടുംബത്തെ നോക്കണ്ട, യാതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് വണ്ടി പോലും കാണത്തില്ല, പക്ഷെ നിനക്ക് അഭിഷേകം ഉണ്ടെങ്കിൽ നിന്നെ ആളുകൾ മാനിക്കുവാൻ ഇടയത്തിനും വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുവാൻ ഇടയത്തിനും. എൻ്റെ വിഷയം അങ്ങോട്ട് അതല്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ മകൻ ഇസബേലിൻ്റെ മകൾ, അവൻ വസ്ത്രം കീട്ടെന്ന് പറഞ്ഞു വാക്യം കേട്ട്. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറി കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലിശ കേട്ടപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറി കളഞ്ഞത് എന്താ? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് അവൻ അറിയുമെന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ നമുക്ക് തോന്നുന്നു ഇത് അവൻ്റെ പേര് പറയാനാണ്. അല്ല, ഇസ്രായേലിൽ ഒരു പ്രവാചകൻ. ആരുടെ പ്രവാചകൻ? ദൈവത്തിൻ്റെ പ്രവാചകൻ. പറഞ്ഞതെല്ലാം അവിടെ എഴുതാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതം നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്കൊരു ഭയമുണ്ട്.
ഹല്ലേലൂയ. ഞാൻ പണ്ടൊരു ദൈവദാസനെ ഇൻ്റർവ്യൂ എടുക്കുകയായിരുന്നു. എനിക്ക് അന്ന് 4-5 മാസികയുണ്ട്. മലയാളത്തിനകത്ത് 2 മാസിക, ഫെയ്റ്റുഡേ ഒരു ഇംഗ്ലീഷിനകത്ത്, ഒരു ഹിന്ദിക്കകത്ത്. അതിനുവേണ്ടി ഞാനൊരു വലിയ ദൈവദാസൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് ഫിയർ? നിങ്ങളുടെ ഏറ്റവും വലിയ ഭയം എന്താണ്? അയാൾ പറഞ്ഞു, ഞാൻ അഹങ്കാരിയായിട്ട് ഏതെങ്കിലും പാപം ചെയ്ത് ദൈവനാമത്തെ തീണ്ടിക്കുവാനിടയായി തീരരുത്. ഹല്ലേലൂയ. നല്ലൊരു പ്രാർത്ഥന. അത് നമ്മുടെ വിഷയം, നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം? ദൈവനാമം മഹത്വപ്പെടണം. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. യഹോരാം രാജാവ് സത്യദൈവത്തെ ആരാധിക്കുന്നില്ല. യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് പ്രവർത്തിക്കുന്നു. ജനവും അതുപോലെ തന്നെ. അതിനാൽ ദൈവം തൻ്റെ ജനത്തെ കടാക്ഷിക്കുന്നു. ഹല്ലേലൂയ. തൻ്റെ ജനത്തെ കടാക്ഷിക്കുന്നു. ആരുടെ? രാജാവിൻ്റെ അല്ല, ദൈവത്തിൻ്റെ. ശുദ്ധീകരണം ആരംഭിക്കുകയാണ്. ഏലീശ ഒരു ശിഷ്യനെ അയക്കുന്നു. അയക്കുകയാണ്. ഈ തൈലവുമായിട്ട് പോയാട്ടെ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ പടനായകന്മാർ കുറച്ച് പേര് അവിടെ ഇരിക്കും. അവിടുന്ന് യഹൂ എന്ന് പറഞ്ഞ മനുഷ്യനെ വിളിച്ചിട്ട് അവനെ രാജാവായിട്ട്, പുതിയ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. നമുക്കും എവിടെയെങ്കിലുമൊക്കെ നിഗളമുണ്ടാകുമ്പോൾ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പട്ടാളത്തിലായിരിക്കും സമയത്ത് ഇങ്ങനെ ആത്മാക്കളെയൊക്കെ നേടാൻ തുടങ്ങി. 1 വർഷം കൊണ്ട് 12 മാസമാണ് ഞാൻ പട്ടാളത്തിൽ പിന്നെ ജോലി ചെയ്തത്. ആ 1 വർഷത്തിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18 പേര് രക്ഷിക്കപ്പെട്ടു. 12 പേര് അതിനകത്ത് 6 പേരോ അങ്ങോട്ട് സ്നാനപ്പെട്ടു. ഞാൻ കണക്കൊക്കെ അങ്ങ് മറന്നുപോയി. അത് ഓർത്തിരിക്കേണ്ട കണക്കല്ലല്ലോ അല്ലേ. 6 പേരങ്ങോട്ട് സ്നാനപ്പെട്ടു. ആ സമയത്ത് ഒരു ദിവസം എൻ്റെ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വർഗീസ്, എൻ്റെ എഴുതി വെച്ചിരിക്കുകയാണ്, വർഗീസിന് ആത്മീക നിഗളം ഉണ്ടായിട്ടുണ്ട്. വർഗീസ് അനുദപിച്ചില്ലെങ്കിൽ, അത് ഇംഗ്ലീഷിൽ പിന്നെ തുടർന്നു, ഗോഡ് വിൽ കിക്ക് യു ഔട്ട് ആൻഡ് സെലക്ട് അനദർ വർഗീസ്. അതെനിക്ക് നന്നായി. പ്രിയ കൂടപ്പിറപ്പേ, വേറൊരാളിൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും തകരാറ് കണ്ടാൽ അത് നമ്മൾ പറയുവാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ തന്നെ ആരോടെങ്കിലുമൊക്കെ പറയണം, എൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ തകരാറ് കണ്ടാൽ പറഞ്ഞു തരണമേ. അല്ലേ? അതിന് മെൻറ്റോർ എന്ന് പറയും. നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുറഞ്ഞത് 2 മെൻറ്റർ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സഭയിലെ പാസ്റ്ററല്ല, നിങ്ങളുടെ പട്ടക്കാരൻ മാത്രമല്ല, പിന്നെ ആരെങ്കിലും മെൻറ്റർ ഉണ്ടായിരിക്കട്ടെ. പുരുഷന്മാർക്കൊരു മെൻറ്റർ പുരുഷനായിരിക്കട്ടെ, സ്ത്രീകൾക്കൊരു മെൻറ്റർ സ്ത്രീ ആയിരിക്കട്ടെ. എൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മെൻറ്റർ വായിക്കണം, ദൈവദാസന്മാർ വായിക്കണം. എനിക്ക് നിങ്ങളെക്കാൾ അറിയാവുന്നിട്ടൊന്നും അല്ല കേട്ടോ, ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ചില പുസ്തകത്തിൽ നിന്നൊക്കെ ഞാൻ പഠിക്കും, പലയിടത്തുനിന്നും പഠിക്കും. നിങ്ങൾ പറയണം, എന്നെ തിരുത്തിയാട്ടെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരിക്കട്ടെ. എൻ്റെയും നിൻ്റെയും ദോഷപ്രവൃത്തിയിലുള്ള പ്രസരണം നിൻ്റെ ജീവിതത്തിൽ വീശാം. മാത്രമല്ല, നിൻ്റെ അടുത്ത തലമുറയിലേക്കും വീശാം. അതൊരു ചെറിയ കാറ്റായിട്ട് വീശാം, കൊടുങ്കാറ്റായിട്ട് വീശാം, തലമുറകളിലേക്ക് ചിലത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ നാം അനുദപിക്കണം. അഹങ്കാരം വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിക്കണം. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ എളുപ്പമാണ്. ആരും അറിയത്തില്ല. പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്നിനെ കുറച്ച് രൂപ എടുത്തു പോയി, അങ്ങ് ക്ഷമിക്കണമേ. പക്ഷേ എടുത്ത ആളിൻ്റെയൊക്കെ പോയിട്ട് പറയണം, ദൈവത്തോടും മനുഷ്യരോടും ഏറ്റുപറയണം. ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാണ്. യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സദൃശവാക്യം 29:1, കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. കർത്താവ്, പേടി വരുന്നു. ഞാനിത് അവിടെ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന നെഞ്ചത്ത് കൈവച്ച് പോയി. കർത്താവ്, എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ കാണിച്ചു തരണമേ. കർത്താവ്, നിഗളമുണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയോട് ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരണമേ. കർത്താവ്, നമുക്ക് നമ്മുടെ വേദഭാഗത്തിലേക്ക് മടങ്ങാം. പ്രവാചക ശിഷ്യൻ ഏലീശായുടെ വാക്ക് കേട്ട് അനുസരിച്ച് പോയി. ഒരു കഴുതയെ കിട്ടിയില്ല, വണ്ടിക്കൂലി പോലും കിട്ടിയില്ല. പക്ഷേ അവൻ പോയി, എഴുന്നേറ്റ് പോയി. ഒരു യഥാർത്ഥ ശിഷ്യൻ സപ്പോർട്ടിന് വേണ്ടി നോക്കിയിരിക്കത്തില്ല, അവൻ പോവും. സപ്പോർട്ട് വേണം, നല്ലതാണ്. പക്ഷേ സപ്പോർട്ട് കിട്ടിയാലും ഇല്ലേലും പോകും. എം.എ. തോമസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുഴിക്കാലക്കാരനാണ് അദ്ദേഹം. ദൈവവിളി ഉണ്ടായിട്ട് ബ്രദറുകാരനാണ് അദ്ദേഹം. HBI പോയി പഠിച്ചു, മദ്രാസ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഉണ്ടായി, ഒരു കുഞ്ഞുണ്ടായി. ആ സമയത്താണ് അദ്ദേഹത്തിന് രാജസ്ഥാനിലേക്ക് പോകണം, അവിടെ സുവിശേഷ വേലക്കാരില്ല എന്ന് കേട്ടത്. അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. ഗ്രാജുവേഷൻ കഴിഞ്ഞു, വണ്ടിക്കൂലിയില്ല. അദ്ദേഹം പെട്ടിയെടുത്ത് തലയിൽ വെച്ചു. ഭാര്യയെടുക്കെ പറഞ്ഞ് കുഞ്ഞെടുത്താട്ടെ. അവർ റെയിൽവേ ലൈനിൽ കൂടെ നടന്നു. ദൈവം മുഴുവൻ നടത്തിയില്ല. അദ്ദേഹം അവിടെ ചെന്നു. എന്താ അറിയാമോ? അദ്ദേഹത്തിന് BJP ഗവൺമെൻറ് വലിയ പദവി കൊടുത്തു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഹല്ലേലൂയ, പത്മശ്രീ കൊടുത്ത മനുഷ്യൻ, BJP ഗവൺമെൻറ്. ഞാൻ നീയും പറയുന്നു, നിനക്ക് വണ്ടിക്കൂലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പോകണം, ബാക്കിയൊക്കെ ദൈവം ചെയ്യും കേട്ടോ, ദൈവം ചെയ്യും. ഹല്ലേലൂയ. പ്രവാചക ശിഷ്യൻ എലീശ പറഞ്ഞതുപോലെ ചെയ്തു, വേഗത്തിൽ ചെയ്തു.
വേഗത്തിൽ ചെയ്തു. താമസിച്ചിട്ടല്ലേ, VRS കിട്ടിക്കഴിയുമ്പോഴല്ല, വേഗത്തിൽ ചെയ്തു. 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. യഹൂ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ യജമാനൻ്റെ ഭൃത്യന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ ഒരുത്തൻ അവനോട് അഭിഷേകം ചെയ്തിട്ട് വന്നു. യഹൂ അവരോട് പറയുന്നു, 12-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന യഹോവ അരുളി ചെയ്യുന്നുവെന്ന് അവൻ എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അവൻ ഉള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ, കൂട്ടിച്ചേർത്തില്ല, മസാല ഇട്ടില്ല. അവൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഇസ്രായേലിനായിട്ട് ഞാൻ രാജാവ്, നീ ഭയങ്കര കാര്യങ്ങൾ ചെയ്യും എന്നൊന്നും പറഞ്ഞില്ല. നമ്മൾ ഉള്ളത് പറഞ്ഞാൽ മതി അല്ലേ. ഈ മണ്ടപ്പായ ഒരു പ്രവാചകൻ ചെന്നിട്ട് ബോറോഡ് സ്റ്റാഫുമായിട്ട് വാടകയ്ക്കെടുത്ത വടിയുമായിട്ട് യജമാൻ്റെ വലിയ പാസ്റ്ററുടെ വടിയുമായിട്ട് പോയി കുറച്ചാണ് ഒന്നും സംഭവിച്ചു. അതാണ് വേറെ കാലം നനങ്ങിയതേ ഉള്ളൂ. ഇല്ല, കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് നീ ഉപ്പ് ചേർക്കണം, രുചി വരുത്തണം, പക്ഷേ മധുരം ചേർക്കാൻ പാടില്ല, മധുരം ചേർക്കാൻ പാടില്ല. ഹല്ലേലൂയ. വാക്യം 13. ഉടനെ അവർ ബന്ധപ്പെട്ട്, ഓരോരുത്തരും താൻ്റെ വസ്ത്രമെടുത്ത് കോവണിപ്പടികളിന്മേൽ അവൻ്റെ കാൽക്കൽ വിരിച്ചു, കാഹളമൂതി യേഹൂ രാജാവായെന്ന് പറഞ്ഞു. ഉടനെ ആരും ചോദ്യം ചെയ്തില്ല. കൂടെ ഇരിക്കുന്നവർ തന്നെ മാത്രം ചെയ്തു, ഞങ്ങളെ ആരെയും എന്ത് ചെയ്യാൻ ചോദിച്ചില്ല. എന്താ കാര്യം? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുതരാം. പുതിയ അഭിഷേകത്തിൻ്റെ ശക്തി, പഴയ അഭിഷേകമല്ല, പുതിയ അഭിഷേകം. എനിക്കും നിനക്കും ആവശ്യം പുതിയ അഭിഷേകം. കഴിഞ്ഞ വർഷം കിട്ടിയതല്ല, 1972 കിട്ടിയതല്ല, 1973 കിട്ടിയതല്ല, എൻ്റെ ഓർഡിനേഷൻ സമയത്ത് കിട്ടിയതല്ല, പോളിയോങ്കിച്ചോ തലയിൽ കൈവച്ചപ്പോൾ കിട്ടിയതല്ല, ബില്ലിഗ്രാം ഷേക്ക് ഹാൻഡ് വന്നപ്പോൾ കിട്ടിയതല്ല. പിന്നെ എവിടെ നിന്ന് കിട്ടിയതാണ്? ഫ്രഷ് അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പുതിയ അഭിഷേകത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഒരു പ്രവാചകൻ്റെ അല്ല, ദൈവത്തിൽ നിന്ന് പ്രവാചകനെ അയച്ച് ദൈവം അയച്ചിട്ടാണ്. എനിക്കും നിനക്കും ആവശ്യം ദൈവത്തിനുള്ള പുത്തൻ അഭിഷേകം. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം. യഹൂ രഥം കയറി ഉടനെ ഇസ്രായേലിലേക്ക് പോയി. യോരാം യുദ്ധത്തിൽ മുറിവേറ്റവനായി അവിടെ കിടക്കുകയായിരുന്നു. യോരാമിനെ കാണുവാൻ യഹൂദ രാജാവായ അഹസ്യാവും അവിടെ ഉണ്ടായിരുന്നു, ഇസ്രായേലിലെയും യഹൂദയിലെയും. യഹൂവിന് വാഗ്ദത്തം കിട്ടി, നല്ലതാണ്, പക്ഷേ അത് മാത്രം പോരാ, പ്രവർത്തനം ഉണ്ടാകണം, ആക്ഷൻ ഉണ്ടാകണം. വാഗ്ദത്തം ലഭിച്ചവനിൽ നിന്നും ഉണ്ടാകണം. ഹല്ലേലൂയ. പലർക്കും വാഗ്ദത്തമുണ്ട്, പക്ഷെ അവരൊന്നും പ്രവർത്തിക്കുന്നില്ല. നിൻ്റെ സഭ വലുതാവും. ഒരു 30 വർഷം മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ്റെ സഭ വലുതാവുമെന്ന്. ഇതുവരെ ഞാൻ കാത്തിരിക്കുക ദൈവം നീ എന്ത് പ്രവർത്തിച്ചു? അടുത്ത 5 വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞു, എന്തുകൊണ്ടില്ല? അടുത്ത 10 വീട്ടിൽ പോയി ട്രാക്ട് കൊടുത്തോ, എന്തുകൊണ്ടില്ല? റോഡിൽ നിന്നും ട്രാക്ട് കൊടുത്തോ, എന്തുകൊണ്ടില്ല? ആശുപത്രിയിൽ പോയിട്ട് രോഗികളോട് സുവിശേഷം പറഞ്ഞു, എന്തുകൊണ്ടില്ല? അവിടെ കിടക്കുന്ന രോഗിക്ക് പുറമൊന്ന് തടവി കൊടുത്തോ, എന്തുകൊണ്ടില്ല? ഏതെങ്കിലുമൊക്കെ ചെയ്യുവാൻ ദൈവം നിനക്ക് കൃപ തരും. തിരുവനന്തപുരത്ത് ചെയ്യുന്നതല്ല കൽക്കട്ടയിൽ ചെയ്യുന്നത്, അവിടെ ചെയ്യുന്നതല്ല ബോംബെയിൽ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ചെയ്യുവാനുള്ള കൃപ സ്വർഗസ്ഥനായ ദൈവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ 2 പേരും അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനം അവൻ ചെയ്യാൻ തുടങ്ങി. 17-ാമത്തെ വാക്യം. ഗോപുരകാവ് രാജാവ് അവിടെ 2 പേരും, ഒരാൾ രോഗിയായിട്ട് കിടക്കുന്നു, മുറിവേറ്റുകാരനായിട്ട് കിടക്കുന്നു, ഇയാൾ അടുത്ത് വന്നിരിക്കുകയാണ്. അന്നേരം ഗോപുര കാവൽക്കാരൻ, പട്ടാളത്തിൻ്റെയൊക്കെ ഇതുണ്ട്, രാജ്യത്തിന് ഗോപുരമുണ്ടല്ലോ, ആ ഗോപുരത്തിനകത്ത് കാവൽക്കാരൻ ഇപ്പോൾ അവിടെ ചെറിയൊരു കീർത്തിയുണ്ട്, ഇതിൽ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാവൽക്കാരൻ യഹൂവിൻ്റെ കൂട്ടത്തെ കണ്ടു. ഒറ്റയ്ക്കല്ല വരുന്നത്, രാജാവായി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യത്തില്ല, അവൻ്റെ കൂടെ ബാക്കി ആളുകളുണ്ട്. യഹൂ രഥത്തിനകത്താണ്, ബാക്കിയുള്ളവരും കയറി. കൂടെ ഉണ്ടായിരുന്ന പട്ടാള കമാൻഡർമാരെല്ലാവരോടും രഥം എടുത്ത് കുതിരയെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു കൂട്ടം വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോരാം, നീ ഒരു കുതിരച്ചേവകനെ വിളിച്ച് അവരുടെ നേരെ അയക്കണം. അവൻ ചെന്ന് സമാധാനം എന്ന് ചോദിച്ചാൽ നീ സമാധാനത്തോടെ വരികയാണോ എന്നർത്ഥം, അല്ല സമാധാനം എന്നുള്ളതല്ല, നീ സമാധാനത്തോടെയാണ് വരുന്നത്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയണോ. ഹല്ലേലൂയ. വരുന്നത് എന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു. 18-ാമത്തെ വാക്യം. അങ്ങനെ ഒരുത്തൻ കുതിരപ്പുറത്ത് കയറി അവനെ എതിരേറ്റ് ചെയ്യുന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം? തിരിഞ്ഞെൻ്റെ പുറകിൽ വരിക എന്ന് പറഞ്ഞു. എവിടെ നീ ശക്തി കിട്ടി? പുതിയ അഭിഷേകം. ഹല്ലേലൂയ. പവർ ഓഫ് ദ ഫ്രഷ് അനോയിൻറ്റിങ് ഫ്രം ഗോഡ്. അപ്പോൾ കാവൽക്കാരൻ ദൂതൻ അവരുടെ അടുക്കളോളം ചെന്നിട്ടും മടങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? പവർ ഓഫ് ദ ഫ്രഷ് അനോയിൻറ്റിങ്. പണം കൊടുത്തിട്ടാണോ അവർ അവരുടെ കൂടെ വന്നത്? ഇല്ല. നീ ഇവിടെ വന്ന് കഴിയുമ്പോൾ നിന്നെ എൻ്റെ അടുത്ത കമാൻഡറാക്കാമെന്ന് പറഞ്ഞിട്ടാണോ? അല്ല. പവർ ഓഫ് ദ ഫ്രഷ് അനോയിൻറ്റിങ്. ഹല്ലേലൂയ. നിനക്കും പറയുവാൻ കഴിയും. ഹല്ലേലൂയ. ശത്രുവിനോട് പറയുവാൻ കഴിയും, മഴയോട് പറയുവാൻ കഴിയും, ദേശത്തോട് പറയുവാൻ കഴിയും, അന്ധകാര ശക്തികളോട് പറയുവാൻ കഴിയും. 19-ാമത്തെ വാക്യം. അവൻ മറ്റൊരുത്തനെ കുതിരപ്പുറത്ത് അയച്ചു. അവനും അവരുടെ അടുക്കൽ ചെന്നു. സമാധാനം എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്ക് എന്ത് കാര്യം? തിരിഞ്ഞ് എൻ്റെ പുറകിൽ വരിക എന്ന്
യഹു പറഞ്ഞു 20. അപ്പോൾ അടുക്കളോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല. ആ ഓടിക്കുന്നത് നിംഷിയുടെ മകനായ യഹു ഓടിക്കുന്നത് പോലെ ഇരിക്കുന്നു. ഭ്രാന്തനെ പോലെയല്ലോ അവൻ ഓടിച്ചു വരുന്നെന്ന് പറഞ്ഞു. യഹു ആരാണ്? BTH ഡിഗ്രി ഉണ്ടോ? ഇല്ല. MTH ഡിഗ്രി ഉണ്ടോ? ഇല്ല. PhD ഡിഗ്രി ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണ് അവനുള്ളത്? അഭിഷക്തൻ. ഹല്ലേലൂയ. പുതുതായിട്ട് അഭിഷേകം കിട്ടിയവൻ, ദൈവത്തിൽ നിന്നും അഭിഷേകം കിട്ടിയവൻ. ഹല്ലേലൂയ. അവർ പറഞ്ഞു, ആ വരുന്നവൻ കണ്ടിട്ട് യഹു ആണെന്ന് തോന്നുന്നു. എൻ്റെ വിചാരം അവൻ ഒന്നുകിൽ പകുതിയെങ്കിലും നിന്നുകൊണ്ടായിരിക്കും രഥം ഓടിക്കുന്നത്. ഹല്ലേലൂയ. ദ പവർ ഓഫ് ദ ഫ്രഷ് അനോയിൻറ്റിങ്. അവൻ ഓടിക്കുക. പറഞ്ഞത് അവൻ യഹൂവിനെ പോലെ ഇരിക്കുന്നു. രണ്ടാമത് പറയുകയാണ്, ഇതാ ആ ഓടിക്കുന്നത് ആരായിരുന്നാലും ശരി, അവനൊരു ഭ്രാന്തനെ പോലെ ഓടിക്കുന്നു. രാജാവായത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു ഭ്രാന്തനെ പോലെ രഥം ഓടിക്കുവാൻ എന്താണ് കാര്യം? ഞാൻ കണ്ടു 11-ാമത്തെ വാക്യം. ഒരു ഭ്രാന്തൻ വന്നിട്ട്, ഒരു പേടി ഇല്ലാത്തവൻ വന്നിട്ട്, ഒരു പേരുമില്ലാത്തവനാണ്, അവൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അവൻ വന്ന് അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആത്മീക ഭ്രാന്തൻ്റെ അഭിഷേകം ആത്മീക ഭ്രാന്തന്മാർക്ക് ജന്മം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഭൂമിയിൽ പേര് പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകനായ ഒരു ശ്രദ്ധിക്കണം, ഭൂമിയിൽ പേര് പറഞ്ഞിട്ടില്ലാത്ത പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ ഭ്രാന്തനെ പോലെ വന്നു. അവൻ പേരുള്ള ഭ്രാന്തന്മാരായിട്ടുള്ള രാജാക്കന്മാർക്ക് ജന്മം കൊടുക്കുന്നു. പേരില്ലാത്തവൻ പേരുള്ളവർക്ക് ജന്മം കൊടുക്കുന്നു. സ്തോത്രം. നിങ്ങളൊരു അസാധാരണ ശുശ്രൂഷ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ആത്മീക ഭ്രാന്തനിൽ നിന്നും അഭിഷേകം പ്രാപിക്കുക. ആത്മീക ഭ്രാന്തൻ, ഒരു ആത്മീക സുവിശേഷ പ്രസംഗൻ, ഒരു ആത്മീക ഭ്രാന്തനായിട്ടുള്ള ആത്മാക്കളെ നേടുന്നവൻ, ഒരു ആത്മീക ഭ്രാന്തനായിട്ടുള്ള ഒരു പ്രവാചകൻ, ഒരു ആത്മീക ഭ്രാന്തനായിട്ടുള്ള സഭാസ്ഥാപകൻ, ഒരു ആത്മീക ഭ്രാന്തനായിട്ടുള്ള സോഷ്യൽ വർക്കർ, മദർ തെരേസയെ പോലെ. അങ്ങനെ ആരെങ്കിലും ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെയൊക്കെ പ്രാർത്ഥിക്കണം. എൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ, എന്നെ അഭിഷേകം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അഭിഷേകം കിട്ടിയത് ഒരു പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പട്ടണക്കാരനായിരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന പാസ്റ്റർ ഓടി ഒന്നെൻ്റെ തലയിൽ, അത് ഇന്നും എൻ്റെ തലയിലുണ്ട്. ഹല്ലേലൂയ. കേരളത്തിലെ ഒരു ടീച്ചർ, ഏക വരുമാന മാർഗം ആ കുടുംബത്തിലെ അദ്ദേഹം മാത്രമാണ്. ഒരു ദർശനം കണ്ടു, കാശ്മീരിലേക്ക് പോകണം. യൗവനക്കാരിയായ ഭാര്യ, ഒരു കുഞ്ഞ് ജനിച്ച ഒരു കുഞ്ഞ്, ഒരു പൊടിക്കുഞ്ഞ്. അവിവാഹിതരായ 2 സഹോദരിമാരുണ്ട്, പഠിക്കുന്ന 2 സഹോദരന്മാരുണ്ട്, പ്രായമാകുന്ന അപ്പനും അമ്മയും ഉണ്ട്. അദ്ദേഹത്തിന് മാത്രമാണ് ശമ്പളം. പക്ഷേ അദ്ദേഹത്തിന് കാശ്മീരിനെ പറ്റി ഒരു ഭാരമുണ്ടായി. അദ്ദേഹം എല്ലാം വിട്ടും വെച്ച് കാശ്മീരിൽ വന്നു. ഭാര്യയും പൊടിക്കുഞ്ഞുമായിട്ട് വന്നു. അദ്ദേഹം കഷ്ടപ്പെട്ടു വന്നു, ശരിയാണ്. അദ്ദേഹമാണ് എൻ്റെ തലയിൽ ഒരു ദിവസം വെച്ച് പ്രാർത്ഥിക്കാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ കൈവച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവം നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ഭോഷനായ ഒരു യേശുഭക്തൻ എന്നെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ഞാനും ഭോഷനും ഭ്രാന്തനുമായി. യഹു 2 രാജാക്കന്മാരെ കാണുന്നു. ഒന്ന് യഹോറാം, പാപത്തിന് അടിമയാണ്, അപ്പൻ്റെയും അമ്മയുടെയും പാപത്തിൻ്റെ ശൃംഖലയിലെ കണ്ണിയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ രാജാവാണെങ്കിലും പാപത്തിൻ്റെ ശാപത്തിൻ്റെ കണ്ണിയാണ്. ഞാനും നീയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കണ്ണിയായിട്ട് മാറരുത്. രണ്ടാമത്തെ കാര്യം, അവൻ്റെ സ്നേഹിതൻ യഹൂദ രാജാവ്. ബി കെയർഫുൾ. നീ ആരെയാണ് കൂട്ടിന് പിടിക്കുന്നത്? പണക്കാരനായിരിക്കാം, അവന് വലിയ കാറുണ്ടായിരിക്കാം, നിനക്ക് മാസം തോറും 10,000 രൂപ തരുന്നുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ കൂട്ടുകാരൻ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? 22-ാമത്തെ വാക്യം. യഹുവിനെ കണ്ടപ്പോൾ യോരാം, യഹുവേ സമാധാനമോ, സമാധാനത്തോടെയാണോ നീ വരുന്നതെന്ന് ചോദിച്ചു. അതിന് യഹു, നിന്റെ അമ്മയായ ഇസബേലിൻ്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു. ഞാൻ ഈ ധ്വനി, ഈ ധൈര്യത്തിൻ്റെ ധ്വനി വേറെ എവിടെയോ വായിച്ചിട്ടുണ്ട്. രാജാവാണെങ്കിലും പാപത്തെ പാപമെന്ന് വിളിക്കുന്നതായിട്ടുള്ള ശബ്ദം. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ഞാൻ കണ്ടു. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, അവൻ്റെ അപ്പനെ കണ്ടപ്പോഴത്തെ കാര്യമാണ്, ഏലീശായുടെ മുമ്പുണ്ടായിരുന്ന പാർഷയുടെ കാര്യമാണ് പറയുന്നത്. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആരെ ഇത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിന് ഏലിയാവ് പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിൻ്റെ പിതൃഭവനും അത്രേ, നീയും നിൻ്റെ അപ്പൻ്റെ വീട്ടുകാരും അത്രേ എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു. ഏലിയ അഭിഷേകം ചെയ്ത എലീശ, ആ അഭിഷേക തൈലം വീണവൻ്റെ ശിഷ്യൻ അടുത്ത രാജാവിന് പറയുകയാണ്. എലീശയുടെ അഭിഷേക തൈലം വീണ യഹു
അതേ സ്വരത്തിൽ പറയുന്നു. അവൻ്റെ DNA കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കും നിനക്കും സ്പിരിച്വൽ DNA കിട്ടണം. ശരീരത്തിൽ കിട്ടുന്ന എൻ്റെ അപ്പൻ്റെയാണ്, എൻ്റെ ശരീരത്തിൽ കിട്ടുന്ന എൻ്റെ വല്യപ്പച്ചൻ്റെയാണ്, എൻ്റെ ശരീരത്തിൽ കിട്ടുന്ന എൻ്റെ വല്യപ്പച്ചൻ്റെയാണ്. പക്ഷേ എൻ്റെ ആത്മീക ധൈര്യം, ആത്മീക DNA കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന് കിട്ടട്ടെ. യഹൂവിൻ്റെ രാജാവ് ഇങ്ങനെ പറയുകയാണ്, യോരാമിൻ്റെ പടനായകന്മാർ ഒരാളാണ്. ആരാണിത്? ഈ പറയുന്ന ഇത്ര ധൈര്യത്തോടെ പറഞ്ഞത് ആരാണ്? ഈ രാജാവിൻ്റെ പടനായകന്മാർ ഒരാളാണ്. ആരെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പക്ഷെ അവന് പുത്തൻ അഭിഷേകം കിട്ടി, അവന് ധൈര്യം കിട്ടി, അവന് അതോറിറ്റി കിട്ടി. ഹല്ലേലൂയ. 2 രാജാക്കന്മാരും രഥം തിരിച്ചു, പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. 2 രാജാക്കന്മാർ അവരുടെ ബോഡി ഗാർഡും എല്ലാവരും കൂടെ പട്ടാളക്കാരെല്ലാം തിരിച്ചു പോവുകയാണ്. അഭിഷക്തൻ്റെ മുമ്പിൽ നിന്നും ഒളിച്ചോടുന്ന, തിരിഞ്ഞോടുന്നതായിട്ടുള്ള ഒരു പട. 23-ാമത്തെ വാക്യം. അപ്പോൾ യോരാം രഥം തിരിച്ച് ഓടിച്ചുകൊണ്ട് അഹസ്യാവിനോട്, അഹസ്യാവേ, ഇത് ദ്രോഹം എന്ന് പറഞ്ഞു. നിനക്ക് ദ്രോഹമാണ്, പക്ഷേ നിന്റെ പാപത്തിൻ്റെ കൂമ്പാരത്തിന്മേൽ ദൈവകോപം വന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പാപത്തിൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞു കുഞ്ഞേ. ഇതാ ദൈവത്തിൻ്റെ ശിക്ഷ നിന്നെ എത്തിപ്പിടിക്കുന്നു. വേദപുസ്തകം പറയുന്ന 24-ാമത്തെ വാക്യം. യഹു വില്ല് കൊള്ളിച്ച് യോരാമിൻ്റെ ഭുജങ്ങളുടെ നടുവെ എയ്തു. അമ്പ് അവൻ്റെ ഹൃദയം തുളച്ച് മറുപുറം കടന്നു. അവൻ രഥത്തിൽ ചുരുണ്ടു വീണു. ഇംഗ്ലീഷിനകത്ത് അവൻ മുഴുവൻ ആരോഗ്യത്തോടുകൂടാണ് വില്ല് കൊലച്ചത്. നീ എന്തെങ്കിലും ചെയ്താൽ പുതിയ ആരോഗ്യത്തോടെ ആരും കേട്ടോ. ഹല്ലേലൂയ. പ്രസംഗിച്ചാൽ അങ്ങനെ ആയിരിക്കട്ടെ, പാട്ട് പാടിയാൽ അങ്ങനെ ആയിരിക്കട്ടെ, കസേര തുടച്ചാൽ അങ്ങനെ ആയിരിക്കട്ടെ, കക്കൂസ് കഴിയാൽ എന്തായിരിക്കട്ടെ, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും പൂർണ്ണ ആരോഗ്യത്തെ ഏറ്റവും നല്ലതായിരിക്കണം. എൻ്റെ ഒരു തീരുമാനമാണ്. ഞാൻ കുറച്ചേറെ അങ്ങ് പ്രായമായെന്ന് വിചാരിച്ചു. ഒരു 140 വയസ്സായെന്ന് അങ്ങ് വിചാരിച്ചു. അന്നേരം പ്രസംഗിക്കാനൊക്കെ കഴിവ് പ്രസംഗിക്കാനൊന്നും ഒത്തില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജ് ചെന്നിട്ട് പറയും, നിങ്ങൾക്ക് എത്ര കക്കൂസുണ്ട്? ഞങ്ങൾക്ക് 25 കക്കൂസുണ്ട്. ഞാൻ പറയും 2 കക്കൂസ് എനിക്ക് തന്നാട്ടെ. ബാക്കിയുള്ളവർക്കൊക്കെ നിങ്ങൾ 1 കക്കൂസ് അല്ലയോ, അല്ലെങ്കിൽ 2 കക്കൂസാണ് കൂടി, എനിക്ക് 2 കക്കൂസ് തന്നാട്ടെ. ഞാൻ കക്കൂസ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എൻ്റെ ആഗ്രഹമാണ്, ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്. ഞാൻ ആ കക്കൂസ് ക്ലീൻ ചെയ്ത് ഇടാം. എൻ്റെ വിചാരം അവിടുത്തെ ബൈബിൾ സ്കൂളിൽ വരുന്നവരൊക്കെ പിള്ളേരാ കക്കൂസ് കഴിയുന്നത്. ആ കക്കൂസ് അവർ കഴിയുന്നതിനേക്കാൾ, ചെറുപ്പക്കാർ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തിളങ്ങുന്നതായിരിക്കണം ഞാൻ കഴിയുന്ന കക്കൂസ്. എനിക്ക് മുട്ടുകുത്തി നിൽക്കാൻ പ്രയാസം ഉണ്ടായിരിക്കാം, പക്ഷേ ഞാനൊരു തൊണ്ടെടുത്ത് വെച്ചിട്ട്, ബ്രഷ് എടുത്ത് വെച്ചിട്ട്, വിം പൗഡർ ഇട്ടും വെച്ച് കഴുകിടും. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കണം ചെയ്യുന്നത്. ഹല്ലേലൂയ. എവിടെയാണ് അവൻ ഹൃദയത്തിനകത്തൂടെ കടന്നുപോയി? എവിടെയാണ് അമ്പ് എന്ന് തറച്ചത്? എവിടെയാണോ പാപം ജനിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിനകത്തുള്ള പാപത്തെയും നമ്മൾ പരിശുദ്ധാത്മാവാകുന്ന വാളിനാൽ വെട്ടിക്കേറി അതിനെ നശിപ്പിക്കണം. ഹല്ലേലൂയ. പാപകാരണത്തെ തുളച്ചു കളഞ്ഞു. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. ഇംഗ്ലീഷിനകത്ത് ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണം, അങ്ങനെ പറഞ്ഞു. ബി ഷുവർ, തീർച്ചയായിട്ടും നിന്റെ പാപം എത്തിപ്പിടിക്കും. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശിക്ഷ എത്തിപ്പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷിനകത്ത് വേറെ ഇങ്ങനെ ഒരു പറയും, ബൈബിളിനകത്തുള്ളതല്ല, ദ ലോ ആസ് ലോങ് ഹാൻഡ്സ്. അതുകൊണ്ട് നമ്മൾ പത്രത്തിനകത്ത് വായിക്കുന്നത് 21 വർഷം കഴിഞ്ഞിട്ട് ഒരാളിനെ അറസ്റ്റ് ചെയ്തു, 15 വർഷം കഴിഞ്ഞിട്ട് ഒരാളിനെ അറസ്റ്റ് ചെയ്തു. ഇതുവരെ അറസ്റ്റ് ചെയ്യാതെ കുളിച്ച് നടക്കുമായിരുന്നു. ഇയാൾ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു, ആരും അറിഞ്ഞില്ല പിടിക്കുമെന്ന്. പക്ഷെ ഒരു ദിവസം നിയമം എത്തിപ്പിടിച്ചു. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം തുടിയും. യഹു അവൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് യുദ്ധമുറകളൊക്കെ അഭ്യസിച്ചവനാണ്. ഹല്ലേലൂയ. ഞാനും പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് റോഡരികിൽ നിന്ന്, പട്ടാളത്തിലാണ് ഞാൻ, റോഡരികിൽ ഞാൻ ബുക്ക് സ്റ്റാൾ ഇട്ടു. ചോദിക്കാം, PM തോമസ് മരിച്ചു, ഭാര്യ മരിച്ചു, ചാക്കോച്ചൻ മരിച്ചു, പിന്നെ ആരോടാ ചോദിക്കാൻ വന്നേ? ഞാൻ ബുക്ക് സ്റ്റാൾ ഇട്ടു. അവധി എടുത്തിട്ടായതുകൊണ്ട് എന്നെ ശിക്ഷിക്കാനൊക്കത്തില്ല. അവിടെ പട്ടാളത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ അവിടെ ബുക്ക് സ്റ്റാൾ ഇട്ടു. റോഡ് സൈഡിനകത്ത് ഞാൻ ബുക്ക് സ്റ്റാൾ ഇട്ടു. ഞാൻ ഗോസ്പൽ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അവിടെ നിന്ന് ഒരു റെക്കോർഡിങ് കിട്ടും. അതെല്ലാം ഞാൻ റോഡിൽ കൊണ്ടുപോയി വിറ്റു. ഹല്ലേലൂയ. ഞാൻ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. ഞാൻ പ്രാർത്ഥനകൾ നടത്തി. ഹല്ലേലൂയ. നിങ്ങളും ജോലി ചെയ്യുന്നവനായിരിക്കണം കേട്ടോ. അദ്ദേഹം യുദ്ധത്തിന് അറിയാമായിരുന്നു, എങ്ങനെ അമ്പ ചെയ്തെന്ന് അറിയാമായിരുന്നു. ചുമ്മാ ഞാൻ അങ്ങ് വിടുകയല്ല കേട്ടോ. ഹല്ലേലൂയ. അവൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ആദ്യത്തെ പ്രാവശ്യം അവധിക്ക് പോയത്, പട്ടാളത്തിന് അവധിക്ക് പോയത്, അന്ന് എത്ര മാസമായി നോക്കട്ടെ, 6 മാസം കഴിഞ്ഞു. ഞാൻ പോയത് ഒരു സൂട്ട് കേസ് നിറച്ച്, ഒരു സൂട്ട് കേസ്, ലെതർ സൂട്ട് കേസ്, സെനിത്ത് കമ്പനിക്കാരുടെ, ഞാൻ കാന്റീൻ മാനേജർ, എനിക്ക് പേര് വരെ അറിയാം. ആ കമ്പനിക്കാരുടെ ഒരു 26 ഇഞ്ചിൻ്റെ സൂട്ട് കേസ് നിറച്ച് ട്രാക്റ്റുമായിട്ടാണ് പോയത്. ഹല്ലേലൂയ. അവന് വചനവും അറിയാമായിരുന്നു. ഹല്ലേലൂയ. അവന് വചനവും അറിയാമായിരുന്നു. ഹല്ലേലൂയ. എനിക്കും നിനക്കും വചനം അറിയണം. ഒത്തിരി ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ആദ്യം ഒരു ഇംഗ്ലീഷ് ബൈബിൾ വാങ്ങിച്ചു, പിന്നീട് ഞാൻ ഒരു ഹിന്ദി ബൈബിൾ വാങ്ങിച്ചു, പിന്നീട് ഞാൻ ഉറുദു ബൈബിൾ വാങ്ങിച്ചു, പിന്നെ ഞാൻ ഒരു മലയാളം ബൈബിൾ വാങ്ങിച്ചു. 4 ബൈബിളും വെച്ച് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ ആരായിരുന്നാലും ശരി, നിങ്ങൾ 4 ബൈബിൾ ഇല്ലെങ്കിലും
അറിയാവുന്ന ബൈബിളൊക്കെ അറിയാവുന്ന ഭാഷകളൊക്കെ ബൈബിൾ വാങ്ങിച്ചിട്ട് പഠിച്ചിട്ട് വേദപുസ്തകം അറിഞ്ഞിരിക്കണം. യഹൂന് തൻ്റെ അഭിഷേകത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ്റെ ഫ്രഷ് അനോയിൻറ്റിങ്ങിനകത്ത് അവന് വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഞാൻ സൂക്ഷിച്ച വിലക്ക് ഇറങ്ങി എനിക്കിതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു യേശു എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. യേശു എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ആത്മാക്കൾക്ക് വേണ്ടി ഒരു ഭാരം ഉണ്ടായിരുന്നു. എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ 4 ദിവസം ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് 4 ദിവസത്തിന് മുമ്പ് 29-ാം തീയതി ജൂലൈ മാസം 29-ാം തീയതി ഞാനൊരു മീറ്റിങ്ങിനകത്തായിരുന്നു. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനാ മീറ്റിംഗ്, എന്താ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മീറ്റിങ്ങിനകത്ത് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് വലിയൊരു ശക്തി എന്നിനകത്തേക്ക് വന്നു. എനിക്ക് തന്നെ മനസ്സിലായി എന്നിലുണ്ടായിരുന്ന അഭിഷേകം ഇപ്പോഴും ഉണ്ട്. എനിക്ക് വയസ്സ് 54 പക്ഷേ എൻ്റെ ഈ അഭിഷേകം പോയിട്ടില്ല, എൻ്റെ ആത്മഭാരം പോയിട്ടില്ല. എനിക്ക് കിട്ടിയ വലിയൊരു പ്രചോദനമായിരുന്നു അത് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഞാനും നീയും നിനക്കുള്ള അഭിഷേകത്തിൽ നീ വളർന്നു വരണം. യേഹു ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തിടുക്കത്തിൽ ചെയ്യണമെന്ന് വിശ്വസിച്ചു. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തിടുക്കത്തിൽ ചെയ്യണമെന്ന് വിശ്വസിച്ചു. ഹല്ലേലൂയ. 1972 ഞാൻ സുവിശേഷ വേലയ്ക്ക് കട്ടറായിലേക്ക് പോയത്. 100 പേര് സ്നാനപ്പെട്ടു. 3 വർഷം കഴിഞ്ഞപ്പോൾ 10 സ്ഥലങ്ങളിൽ സഭകളുണ്ടായി. അടുത്ത 2 വർഷം കഴിഞ്ഞപ്പോൾ 4 മിഷൻ സ്റ്റേഷൻസ് ഉണ്ടായി. ആർഎസ്പുര, ജമ്മു, സാംബ, കട്ടുവ 4 എണ്ണം ഉണ്ടായി. ഹല്ലേലൂയ. ഇന്ന് ഏകദേശം 7777 സഭകൾ വടക്കേ ഇന്ത്യയിലുണ്ട്. ഹല്ലേലൂയ. ഒരു കേരളത്തിൽ നിന്ന് വന്ന ഒരു റാന്നിയിലെ അച്ചായൻ, അവർ കുറച്ച് പേര് ജീപ്പിനകത്ത് വരികയാണ്, കേരളം മുതൽ കാശ്മീർ വരെ. അവർ പലയിടത്തും പോയി കഴിഞ്ഞ് വെച്ച് എൻ്റെ ഈ ഓഫീസിൽ വന്നു. ഞാൻ അന്ന് ഓഫീസ് അപ്പുറത്താണ്, അവിടെ എൻ്റെ മുറി. അവിടെ വന്നിരുന്നു വെച്ചാൽ അവർ ഓഫീസെല്ലാം കണ്ടു കഴിഞ്ഞ് വെച്ച് അവിടെ വന്നിരുന്നു. ഞാൻ എൻ്റെ കസേരയിൽ ഇരിക്കുന്നു. അവർ 4 പേരുണ്ട്. അവർ 4 പേരും അവിടെ ഇരിക്കുന്നു. അദ്ദേഹം എൻ്റെ റാന്നിയിലെ അച്ചാൻ എൻ്റെ ഒരു ചോദ്യം ചോദിച്ചു. ബ്രദറിൻ്റെ പുറകിലൊരു സഭയില്ല, സംഘടനയുണ്ടോ? ഇല്ല. ബ്രദർ എങ്ങനെ ഇത് സാധിച്ചെടുത്തു? പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു, എൻ്റെ ശബ്ദം ഇടറി. ഞാൻ പറഞ്ഞു, ഐ ട്രൈഡ് ആൻഡ് ഐ ട്രൈഡ് വെൽ. പ്രിയ കൂടപ്പിറപ്പേ, ദൈവം നിനക്ക് അഭിഷേകം അനുസരിച്ച് ശ്രമിക്കുക, നല്ലതുപോലെ ശ്രമിക്കുക. ഇതാ 30-ാമത്തെ വാക്യം പറയുന്നു, യേഹു ഇസ്രായേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തൻ്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽ കൂടെ നോക്കി. എന്തിനാ കാര്യം? അവൻ്റെ ഹൃദയത്തിനകത്ത് ദുഷ്ടചിന്ത കൊണ്ടുവരികയാണ്. ഇന്നും ഇസബേലിൻ്റെ ആത്മാവ് നമ്മെയും നേരിട്ട് കാണിക്കും. ആ പെണ്ണിനെ നോക്കിയാട്ട്, ഈ പെണ്ണിനെ നോക്കിയാട്ട് അവളും വന്ന് ചോദിക്കും, അച്ചായൻ്റെ പേരെന്തോ, എനിക്കൊരു ഫോൺ നമ്പർ, എൻ്റെ അച്ചായൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ തരാമോ? ഇന്ന് ശ്രമിക്കും, നമ്മുടെ ഫോണിനകത്ത് കയറി വരാൻ ശ്രമിക്കും. അത് ഫലിക്കുന്നില്ലെന്ന് കണ്ടിട്ടാകണം അവൾ പെട്ടെന്ന് സ്വരം മാറ്റി. പെട്ടെന്ന് ഒന്നിച്ചതല്ലത് കേട്ടോ, പിന്നുണ്ടായതാണ്. 31-ാമത്തെ വാക്യം, യേശു പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനനെ കൊന്നവനായ നിമ്രിക്ക് സമാധാനം. ആദ്യം അവളെ വശീകരിക്കാൻ നോക്കി. എന്നിട്ട് ഭർത്താവ് ചെയ്യാത്ത എൻ്റെ കുണ്ടിതൊന്നുമില്ല അവൾക്ക് കേട്ടോ, അല്ലേ? നമ്മളാണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയത്തില്ലയോ? ഇതൊന്നുമില്ല. പുതിയ രാജാവില്ല. എൻ്റെ കണ്ണ്, എൻ്റെ തലമുടി ഒക്കെ നോക്കിയാണ് ഒരു പുരുഷനെ ആകർഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. കിളിവാതിലിനകത്തോടൊക്കെ വെളിയിലൊക്കെ പോട്ടെ, വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. അടുത്ത രാജാവിനെ വശീകരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് സംഭവം നടക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കുറ്റബോധം കൊടുത്തു. നീ ഇന്നാരെ കൊന്നവനല്ലയോ? ഹല്ലേലൂയ. അവളുടെ കണ്ണും കൺമഷിയും മേക്കപ്പും തലമുടിയും ഇറ്റിറ്റ് വീഴുന്ന തേനിറ്റിറ്റ് വീഴുന്നതായിട്ടുള്ള ശബ്ദമൊന്നും അവനെ കീഴടക്കിയില്ല. എന്താ കാര്യം? ഫ്രഷ് അനോയിൻറ്റിങ്. ഇന്നലത്തെ അഭിഷേകം പോരാ, ഫ്രഷ് അനോയിൻറ്റിങ്. ഹല്ലേലൂയ. പാപത്തോട് ചെറുത്ത് നിൽക്കുവാൻ എനിക്ക് ഇന്നലത്തെ അഭിഷേകം പോരാ, ഫ്രഷ് അനോയിൻറ്റിങ് വേണം. നാമും യഹൂവിനെ പോലെ. മിസ്സിസ് പോത്തിപ്പോർ വന്നു കഴിഞ്ഞപ്പോൾ ജോസഫ് എന്ത് പറഞ്ഞു? അതുപോലെ പറയും. ജോസഫിന് 20 വയസ്സാണ് പ്രായം. പാപത്തിൽ വീഴാൻ എളുപ്പം ആഗ്രഹം തോന്നുന്നൊരു സമയമാണ് കേട്ടോ. ഏത് സമയത്തിലും വീഴാം, എങ്കിലും ഒരു അത്യാഗ്രഹം തോന്നുന്നൊരു സമയമാണെന്നാണ് എൻ്റെ വിചാരം. ഹല്ലേലൂയ. ആ സമയത്തും വന്നു കഴിഞ്ഞപ്പോൾ അവൻ എതിർത്ത് നിർത്തും. എന്താ കാര്യം? അവനും ഒരു അഭിഷേകം ഉണ്ടായിരുന്നിരിക്കണം. ഹല്ലേലൂയ. നമ്മളിൽ ഒരു അഭിഷേകം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. 32-ാമത്തെ വാക്യം, ആദ്യത്തെ ഭാഗം, യഹൂ തൻ്റെ മുഖം കിളിവാതിക്കലേക്ക് ഉയർത്തി. എന്തിനാ? അവളെ കാണാനല്ല, അവിടെ കണ്ണു നോക്കാനല്ല, തലമുടിയുടെ സൗന്ദര്യം. നമ്മൾ പലതും കാണും. ഞാൻ ലില്ലിയുമായിട്ട് ഇതിലെ സംസാരിക്കുകയാണ്. നമ്മൾ പുരുഷന്മാർ പലതും കാണും, സ്ത്രീകളിൽ പലതും കാണും, ആകർഷണമായിട്ട് പലതും നോക്കും. അവിടെ സൗന്ദര്യത്തെ നോക്കാനല്ല നോക്കിയത്. നീ എന്താണ് കാണുന്നതെന്ന് ഞാനും നീയും സൂക്ഷിക്കണം. പലതും കാണും, പക്ഷേ നോക്കിക്കാണരുത്, നോക്കിക്കണ്ട് രസിക്കരുത്. യേശുക്രിസ്തു പറഞ്ഞു, നീ നോക്കിക്കണ്ട് രസിക്കുന്നത് പാപം ചെയ്യുന്നതിന് സമമാണ്. ഹല്ലേലൂയ. മത്തായി 5:27-28.
നാം സഭാരാധനയിൽ പല പെൺകുട്ടികളെയും കാണും, ആൺകുട്ടികളെയും കാണും, തെരുവിൽ കാണും, ചെല്ലുന്ന വീടുകളിൽ കാണും. ഹല്ലേലൂയ. യഹൂ ഒരവസരം നോക്കിയായിരുന്നു, കണ്ണുയർത്തി നോക്കിയത് ഒരവസരം നോക്കിയായിരുന്നു. ഒരവസരം, മോക്ക, അവസരം. എനിക്കിഷ്ടമുള്ളൊരു വാക്കാണ്. ദൈവം നമുക്ക് മോക്ക തരും, അവസരം തരും, ഓപ്പർച്യൂണിറ്റി തരും. ഹല്ലേലൂയ. എവിടെയെങ്കിലുമൊക്കെ സുവിശേഷം പറയാൻ ഓപ്പർച്യൂണിറ്റി തരും. ആരോടെങ്കിലും യേശുവിൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് പറയാനുള്ള അവസരം തരും. ശത്രുവിനെ നിഗ്രഹിക്കുവാൻ അവസരം തരും. ദൈവനിയോഗം പൂർത്തിയാക്കുവാൻ അവസരം തരും. അവൻ ഇസബേൽ എന്ന ദുഷ്ട സ്ത്രീക്കും അപ്പുറത്തേക്ക് നോക്കി. ഏലിയാവും പറയുന്നുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്നവനായ യഹോവ. രാജാവിനെ അല്ല കാണുന്ന അവൻ, യഹോവനെ കാണണം, അവൻ കാണണം. അവൻ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു. 32-ാമത്തെ വാക്യം, ആദ്യത്തെ ഭാഗം. ആരുള്ളൂ എൻ്റെ പക്ഷത്ത്, ആരുള്ളൂ എന്ന് ചോദിച്ചു. എന്നാൽ 2-3 ഷണ്ണന്മാർ പുറത്തേക്ക് നോക്കി. ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ വരുമോ, ഷണ്ണന്മാർ വരുമോ? ഇല്ല, മറ്റൊരു നോക്കിയിരിക്കുകയാണ്, രാജ്ഞി നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് നോക്കി, ദ പവർ ഓഫ് ദ ഫ്രഷ് അനോയിൻറ്റിങ്. ഷണ്ണന്മാരെന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? രാജ്ഞിയുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സാണ്. അവർ യഹൂവിൻ്റെ പക്ഷത്തായി. എന്താണ് കാര്യം? ദ പവർ ഓഫ് ദ ഫ്രഷ് അനോയിൻറ്റിങ്. 33-ാമത്തെ വാക്യം, ആദ്യത്തെ ഭാഗം. അവളെ തള്ളി താഴെയിടുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. ആരും ചെയ്യാത്ത കാര്യം കൽപ്പിച്ചു. എവിടെ നിന്ന് കിട്ടി? ഈ കമാൻഡഡ് എന്നാണ്. ഹല്ലേലൂയ. പവർ ഓഫ് ദ ഫ്രഷ് അനോയിൻറ്റിങ്. 33-ാമത്തെ വാക്യം, 2-ാമത്തെ ഭാഗ്യം. ഉടനെ അവർ അവളെ തള്ളിയിട്ടു. അവളുടെ രക്തം ചൂരന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. ആരാണവൻ? അവിടെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇന്നലെ വരെ, മണിക്കൂർ മുൻപ് വരെ അവളുടെയും മറ്റു പടയാളികളെ പോലെ അവൾ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. അവൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, അവൻ്റെ കൂടെ. എന്താ കാര്യം? ദ പവർ ഓഫ് ദ ഫ്രഷ് അനോയിൻറ്റിങ്. ഇപ്പോൾ ഒരു ഫ്രഷ് അനോയിൻറ്റിങ് കൂടെ വന്നിരിക്കുകയാണ്. ഇന്നലെ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഞാൻ നിൻ്റെ വേലക്കാരനായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ ആരാണ്? ഐ ആം ആൻ അനോയിൻറ്റിങ്. ദുഷ്ടാത്മ അവൾ ചവിട്ടിക്കളഞ്ഞു. ആരെയാണ് ചവിട്ടിയത്? അവളുള്ള ദുഷ്ടാത്മ ശക്തിയെ, അഹങ്കാരത്തിൻ്റെ ശക്തിയെ, ശുദ്ധത്തിൻ്റെ ശക്തിയെ, പരസംഗത്തിൻ്റെ ശക്തിയെ, ദൈവദാസന്മാരെ കൊല്ലുന്നതിൻ്റെ ശക്തിയെ നാം എന്ത് ചെയ്യണം? ചവിട്ടിക്കളയണം. ദൈവത്തിന് ഒരാത്മാവിനെ മതി. ഞാനും നീയും ചവിട്ടി നടക്കണം. അന്ധകാര ശക്തികളെ ചവിട്ടി നടക്കണം. ഹല്ലേലൂയ. അതിനെ തോൽപ്പിച്ച് നടക്കണം. ഹല്ലേലൂയ. ഒരാളെ മതി. അതിൻ്റെ കൂടെ അഭിഷേകം വേണം, ഫ്രഷ് അനോയിൻറ്റിങ് വേണം. അത് മതി. തിരുവചനത്തിൽ ഞാൻ വേറെ യാതൊരു ക്വാളിഫിക്കേഷനെയും കാണുന്നില്ല, വേറെ ഒന്നും കാണുന്നില്ല. ഒരൊറ്റ അഭിഷേകം, അത് മതി. ഏലിയാവ് ഒറ്റ മനുഷ്യനായിരുന്നു, പക്ഷേ അവന് അഭിഷേകം ഉണ്ടായിരുന്നു, അത് മതി. യഹൂ ഒരു മനുഷ്യനായിരുന്നു, ഹല്ലേലൂയ, പക്ഷേ അഭിഷേകം ഉണ്ടായിരുന്നു, അത് മതി. ഫ്രഷ് അനോയിൻറ്റിങ് മറ്റുള്ളവരെ, കഴിവുള്ളവരെ ആകർഷിക്കും. ഫ്രഷ് അനോയിൻറ്റിങ് എപ്പോഴും മറ്റുള്ളവരെ ആകർഷിക്കും, കഴിവുള്ളവരെ ആകർഷിക്കും, പണത്തെ ആകർഷിക്കും, അവസരം ഉണ്ടാക്കി കൊടുക്കും, വാതിൽ തുറക്കും. ഹല്ലേലൂയ. ചോദ്യം, ദൈവം എന്തുകൊണ്ട് ഈ മനുഷ്യനെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ഏലിയാവിനെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ഏലിശായെ തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് യേഹൂവിനെ തിരഞ്ഞെടുത്തു? അവർക്ക് വേണ്ടിയല്ല. ഇത് മനസ്സിലാക്കിയെങ്കിൽ നല്ലതായിരുന്നു. അവർക്ക് വേണ്ടിയല്ല, അവരുടെ കുടുംബത്തിന് വേണ്ടിയുമല്ല. പിന്നെ എന്തിനാ? തൻ്റെ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി. എന്തിനാണ് ദൈവം 5 ശുശ്രൂഷകന്മാരെ തന്നിരിക്കുന്നത്? അവരുടെ കുടുംബത്തിന് വേണ്ടിയല്ല, റവറൻഡ് എന്നുള്ള പേര് കൊണ്ട് നടക്കാനല്ല, അപ്പോസ്തലൻ എന്നുള്ള പേര് കൊണ്ട്. ഇതൊക്കെ വേണം കേട്ടോ, ഒന്നും വേണ്ട. എന്തിനാണ്? ജനങ്ങൾക്ക് വേണ്ടി. എന്തിനാണ് 5 ശുശ്രൂഷകന്മാരെ എടുത്തത്? തൻ്റെ സഭയിലെ വിശ്വാസികളുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നല്ലതായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി, ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഞാൻ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ദൈവം നോക്കുന്ന മറ്റൊരു വ്യക്തിയെ കാണുകയാണ്. ഞാൻ വേറൊരാളിനെ കാണുകയാണ്. ഇന്ത്യ അല്ലെ, ഏലിയാവ്, എലിഷ, യഹൂ. ഞാൻ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി വേറൊരാളിനെ കൂടെ കാണുക. നിങ്ങളായിരിക്കാം. ഇറ്റ് കുഡ് ബി യു. നിങ്ങളായിരിക്കാം. ആര് പറയും ദൈവമേ ഞാൻ പോകാം എന്ന് പറയുന്ന വ്യക്തിയെ? ഹല്ലേലൂയ. ആര് പറയും ദൈവമേ ഞാൻ പോകാം? ദൈവദൂതന്മാർ ഇതാ അഭിഷേക തൈലവുമായിട്ട് നിൽക്കുകയാണ്, നോക്കി നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. ആര് പറയും കർത്താവെ എന്നെ അഭിഷേകം ചെയ്യണമേ, ഞാൻ പോകാം? ഇതാ ഇന്ത്യയിൽ, ഇതാ ഞാൻ പറയുന്നത് കേട്ടാണ്, ഇന്ത്യയിൽ 1% കുറച്ച് മാത്രം ക്രിസ്തീയ വിശ്വാസികളുള്ള സ്ഥലത്തിൻ്റെ പേര്, ക്രിസ്ത്യാനികൾ, വിശ്വാസികളല്ല, ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ 1% കുറച്ച് മാത്രമുള്ള ചില സ്റ്റേറ്റുകളാണ്. 9 സ്റ്റേറ്റുണ്ട് ഇന്ത്യയിൽ. ഹല്ലേലൂയ. 1% കുറവ്. കേട്ടോ നിങ്ങൾ പറയുന്നത്? എന്തുകൊണ്ട്? എന്ത് ലജ്ജാവഹം. തോമാസ് ശ്ലീഹ AD 52 കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയത്. ഹല്ലേലൂയ. പക്ഷേ അന്ന് തന്നെ ബിംബാരാധികളായിരുന്ന ചില പൂജാരിമാരെ സ്നാനപ്പെടുത്തി. കേരളത്തിൽ 7 സഭകൾ സ്ഥാപിച്ചു. ഒരു അരപ്പള്ളി തമിഴ്നാട്ടിലോട്ട് ഉണ്ടാക്കി. പിന്നെയും തമിഴ്നാട്ടിൽ വേറെ കുറേയേറെ സഭകൾ സ്ഥാപിച്ചു. പക്ഷേ 2000 വർഷങ്ങൾ കഴിഞ്ഞ ശേഷവും 9 സ്റ്റേറ്റിൽ 1% കുറവ് മാത്രമേ ഉള്ളൂ. 2011
സെൻസസ് അനുസരിച്ചിട്ടാണ്. എന്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഓരോ സഭയും പറയുകയാണ്, ഞങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് ഒരാളിനെ അയക്കും, ഞങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് ഒരു സുവിശേഷ വേലക്കാരനെ അയക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ തഹസിലും, എല്ലാ ഡിസ്ട്രിക്റ്റിലും സുവിശേഷ വേലക്കാരുണ്ടാകട്ടെ. നിങ്ങൾക്കറിയാമോ, ഒരു സുവിശേഷ വേലക്കാരനും ഇല്ലാത്ത ഡിസ്ട്രിക്റ്റ് ഇന്ത്യയിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് ഈ സഭ ഇവിടെയും സഭകൾ ഉണ്ടാകാഞ്ഞത്? ഹല്ലേലൂയ. ദൈവം ഭാരം നൽകിയ ഏലിയാവ് പോകുന്നില്ല, ദൈവം ഭാരം നൽകിയ ഏലിശ പോകുന്നില്ല, ദൈവം ഭാരം നൽകിയ ലീഡർമാർ യഹൂമാർ പോകുന്നില്ല, യഹൂ ബ്രദർ പോകുന്നില്ല, യഹൂ സിസ്റ്റർ പോകുന്നില്ല. നല്ല വീട്ടിൽ ജനിച്ച, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല കഴിവുള്ള ലീഡർമാർ, ഹല്ലേലൂയ, അവർ മറ്റ് മലയാളികൾക്ക് ജോലി ചെയ്യുക, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നില്ല. തമിഴ്നാട്ടുകാരന് വേണ്ടി ജോലി ചെയ്യുകയാണ്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നില്ല. ഗുജറാത്തിക്ക് വേണ്ടി വേല ചെയ്യുകയാണ്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നില്ല. അറബിക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നില്ല. സായിപ്പിന് വേണ്ടി വേല ചെയ്യുകയാണ്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നില്ല. ജോലി ചെയ്ത് അവരുടെ ബിസിനസ് വലുതാക്കുന്നു. ദൈവരാജ്യം വിപുലമാക്കുവാൻ ആരും ഒന്നും ചെയ്യുന്നില്ല. ദൈവം വിളിച്ചവരുടെ കാര്യം പറയണം, അല്ലാത്തവരുടെ കാര്യം പറയുന്നത്. ഹല്ലേലൂയ. എഴുന്നേൽക്കുക, എൻ്റെ ശബ്ദം കേൾക്കുന്ന യഹൂ എഴുന്നേൽക്കുക, ബ്രദർ യഹൂ എഴുന്നേൽക്കുക, സിസ്റ്റർ യഹൂ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ലീഡർഷിപ്പുള്ള അഭിഷക്തൻ എഴുന്നേൽക്കട്ടെ, മിലിറ്ററി ഓഫീസർമാർ എഴുന്നേൽക്കട്ടെ, പോകട്ടെ. വക്കീലന്മാർ എഴുന്നേൽക്കട്ടെ, പോകട്ടെ. ഡോക്ടർമാർ എഴുന്നേൽക്കട്ടെ, പോകട്ടെ. BSc നഴ്സുമാർ എഴുന്നേൽക്കട്ടെ, പോകട്ടെ. അധ്യാപകർ എഴുന്നേൽക്കട്ടെ, പോകട്ടെ. ഗൾഫിലെ ജോലിക്കാരൻ എഴുന്നേൽക്കട്ടെ, പോകട്ടെ. യൂറോപ്പിലെ അമേരിക്കയിലെ ആളുകൾ എഴുന്നേൽക്കട്ടെ, പോകട്ടെ. കഴിവുള്ളവർ. ആരാണ് ആ ഏലിയാവ്? ആരാണ് ആ ഏലിശ? ആരാണ് ആ ദാവീദ? ആരാണ് ആ യേഹൂ? ആരാണ് ആ എസ്തർ? ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, ദൈവം ഭാരം തരുന്നതായിട്ടുള്ള യേഹൂ എഴുന്നേറ്റ് ശത്രുവിൻ്റെ കോട്ടയിലേക്ക് രഥമോടിച്ചു പോകട്ടെ, സൈക്കിൾ ഓടിച്ച് പോകട്ടെ, കാലുകൊണ്ട് നടന്നു പോകട്ടെ. ഹല്ലേലൂയ. രഥത്തിനൊന്നും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു സൈക്കിൾ ഉണ്ടായത്. എൻ്റെ കൂട്ടുകാർക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ സൈക്കിൾ വാങ്ങിച്ചത്. എൻ്റെ കൂട്ടുകാർക്ക് 5 പേർക്ക് മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നമ്മൾ എഴുന്നേൽക്കുക, നമ്മൾ പോകണം, ശത്രുവിൻ്റെ കോട്ടയിലേക്ക് രഥമോടിച്ച് പോകണം. ദൈവദൂതന്മാർ അഭിഷേക തൈലവുമായിട്ട് നിൽക്കുകയാണ്, അഭിഷേക തൈലവുമായിട്ട് നിൽക്കുകയാണ്. ആര് പറയും, ദൈവമേ ഞാനിതാ, എന്നെ അയച്ചാലും? പുതിയ അഭിഷേകം നൽകി, പുതിയ ഒരു ശുശ്രൂഷ നൽകണമേ, ഞാൻ പോകാം. ആര് പറയും, എനിക്ക് പേടി വരുന്നു, എങ്കിലും എനിക്ക് മനസ്സുണ്ട്? ആര് പറയും, എനിക്ക് പേടി വരുന്നു, പക്ഷേ എനിക്ക് മനസ്സുണ്ട് കർത്താവേ? ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ആര് പറയും, ഞാൻ പോകാം? ആര് പറയും, ഞാൻ പോകാം? കർത്താവേ, എനിക്ക് പേടി വരുന്നു, പക്ഷേ ഞാൻ പോകാം. കർത്താവേ, നീ എന്നെ അയച്ചാൽ ഞാൻ പോകാം. ശുശ്രൂഷ എന്നാൽ പോകാം. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ആര് പറയും, ഞാൻ പോകാമെന്ന്? അങ്ങനെ പറയുന്നവർ തലയിൽ കൈവച്ചാട്ടെ, അല്ല എഴുന്നേറ്റ് നിന്നാട്ടെ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ. എന്നിട്ട് ആര് പറയും, എനിക്ക് പേടിയുണ്ട്, പക്ഷേ ഞാൻ പോകാം. ഹല്ലേലൂയ. ഡോക്ടർ പറയട്ടെ, വക്കീൽ പറയട്ടെ, അധ്യാപകർ പറയട്ടെ, BSc നഴ്സുമാർ പറയട്ടെ, കഴിവുള്ളവർ പറയട്ടെ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ പറയട്ടെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് എനിക്കെതിരെ ഭ്രാന്തനായ ഒരു PM തോമസ് എൻ്റെ തലയിൽ വെച്ച് എന്നെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ഞാനൊരു ഭ്രാന്തനായി തീർന്നു. അടുത്ത ഭ്രാന്തി നിങ്ങളായി തീരട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവേ, ഏലിയാവിൻ്റെ അഭിഷേകം ഏലിശായിൽ വീണതുപോലെ, ഏലിശായിൽ ഉണ്ടായിരുന്ന അഭിഷേകം യഹൂവിൽ വീണതുപോലെ വലിയൊരു വേല ചെയ്യുവാൻ ഈ സഹോദരൻ നീ എഴുന്നേൽപ്പിക്കണമേ, ഈ സഹോദരി നീ എഴുന്നേൽപ്പിക്കണമേ. അവർ പോകട്ടെ, ദൈവനാമം മഹത്വപ്പെടുവാൻ അവർ ദൈവത്തിൻ്റെ വേല ചെയ്യട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മിസ്റ്റർ യഹൂ എഴുന്നേൽക്കുക, പോവുക. മിസ് യഹൂ എഴുന്നേൽക്കുക, പോവുക. മിസ്സസ് യഹൂ എഴുന്നേൽക്കുക, പോവുക. ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ മേലുണ്ടാ, പോകുക. ഭയം തോന്നുന്നെങ്കിലും പോകുക. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സന്ദേശം തുടങ്ങിയാണ്. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. വില കൊടുക്കുവാൻ തയ്യാറുള്ള ചിലർ, കുറേ പേർ, യെസ് ലോർഡ് ഞാൻ പോകാം എന്ന് പറഞ്ഞ് പോകും എന്ന് പറയും. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ബൈബിൾ സ്കൂൾ സെമിനാരി നടത്തുന്നവർ ആര് പറയും, കർത്താവ് എൻ്റെ ബൈബിൾ സ്കൂളിൽ നിന്നും എൻ്റെ സെമിനാരിയിൽ നിന്നും 10% പേരെ എങ്കിലും ഞാൻ അയക്കുവാനായിട്ട് ശ്രമിക്കും. എവിടത്തേക്ക് അയക്കും? തിരുവല്ലയിലേക്ക് അല്ല, കോട്ടയത്തേക്ക് അല്ല, എറണാകുളത്തേക്ക് അല്ല, 10% ആര് പറയും, കർത്താവേ സുവിശേഷം എത്തിയിട്ടില്ല സ്ഥലത്തേക്ക് ഞാൻ ആഗ്രഹിക്കും. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. എല്ലാ ബിഷപ്പുമാരും, ഓർത്തഡോക്സിലെ, യാക്കോബായിലെ, മർത്തോമായിലെ, കത്തോലിക്കിലെ, ഞാൻ വരുന്നുണ്ട് നിങ്ങളെ കാണാനായിട്ട് കേട്ടോ. ഞാൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇക്കാര്യം സംസാരിക്കാനായിട്ട് എല്ലാ പെന്തിക്കോസിലെയും ചീഫ് പാസ്റ്റർമാരും സംഘടനാ നേതാക്കന്മാരും ഒരു പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു സഭയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എൻ്റെ ഒരു സുവിശേഷ വേലക്കാരനെ അയക്കും. അടുത്ത 5 വർഷം കൊണ്ട് ഓരോ എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട് ഇന്ത്യയിൽ? 743 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഞാൻ ചോദിക്കുകയാണ്, അടുത്ത 5 വർഷത്തിനകത്ത് നിങ്ങൾക്ക് 743 പേരെ അയക്കാൻ സാധ്യമാകത്തില്ലയോ?
അയക്കാം. ഇതിനകത്ത് പലയിടത്തും പോകേണ്ട ആവശ്യമില്ലല്ലോ. മദ്രാസിൽ അയക്കേണ്ട ആവശ്യമില്ല, തിരുവനന്തപുരത്ത് അയക്കേണ്ട ആവശ്യമില്ല, കോട്ടയത്ത് അയക്കേണ്ട. കാരണം സുവിശേഷം കേട്ടില്ലാത്ത ഓരോ ഡിസ്ട്രിക്റ്റിലേക്ക് ഒരു സുവിശേഷകനെ അയക്കാം. ഹല്ലേലൂയ. ലീസ്റ്റ് ഇവാഞ്ചലൈസ്ഡ് ഒരു സ്റ്റേറ്റിനെ അഡോപ്റ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരു പൗലോസിനെ, ഒരു തീത്തോസിനെ, ഒരു തിമോത്തിയെ, ഒരു എലീയായെ, ഒരു എലീശായെ, ഒരു യഹൂനെ അയക്കാം. ഇത് ചെയ്യാമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, നല്ല ഉറപ്പാണ്. ഹല്ലേലൂയ. 5 വർഷത്തിനകം ഭാരതം ദൈവശബ്ദം കേൾക്കാം. പ്ലാന്റ് എ ചർച്ച് വെയർ ദർ ഇസ് നോ ചർച്ച്. ഞങ്ങളുടെ തീമാണ് ഇത്, നിങ്ങളുടെയും തീമായിരിക്കട്ടെ. പ്ലാന്റ് എ ചർച്ച് വെയർ ദർ ഇസ് നോ ചർച്ച്. വി ക്യാൻ ഡു ഇറ്റ്. നമുക്കത് ചെയ്യുവാൻ കഴിയും. സഹോദരന്മാരെ, പാസ്റ്റർമാരെ, അപ്പോസ്തലന്മാരെ, ബിഷപ്പുമാരെ, നമുക്കത് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. നൗ വി ക്യാൻ ഡു ഇറ്റ്. ഹല്ലേലൂയ. പക്ഷേ ആര് പോകും? ആര് അയക്കും? ഈ പോകുന്നവരെ ആര് സഹായിക്കും? ഹല്ലേലൂയ. നമുക്ക് പോകാം, നമുക്ക് അയക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.